يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي مشيدي سددي علدي بلا عددي كن آخذا بيدي خواجة معين الدين لي خمسة نطفي بها هرو الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واسمع لنا أمام الله يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ, ഈ സദസ്സിന്റെ അധ്യക്ഷൻ സയ്യിദ് അലവി ഫൈസി ഉസ്താദ് അവറുകൾ, ഈ സദസ്സിലിരിക്കുന്ന ഊട്ടി മൂസ മുസ്ലിയാർ, ഈ സദസ്സിൽ അള്ളാഹുവിന്റെ അഹ്ലുബൈത്തിന്റെ പ്രകാശവാഹകരായി കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട സയ്യിദന്മാരെ, മറ്റ് പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, ഫാറൂഖ് യതീംഖാനയുടെയും അറബി കോളേജിന്റെയും ശരീഅത്ത് കോളേജിന്റെയും ബനാത്തിന്റെയും ഒക്കെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നേരത്തെ ഈ സദസ്സിൽ വന്ന് ഈ കാലാവസ്ഥയിലും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇൽമിനോടുള്ള അള്ളാഹുവിനോടുള്ള മഹബത്ത് മനസ്സിന്റെ അകത്ത് കാത്തു സൂക്ഷിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. സർവാധിനാഥനും സർവപരിപാലകനും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ഈമാനോടെ ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാറൂഖ് യതീംഖാന എന്ന ശീർഷകത്തിന് താഴെ 19 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ഥാപനത്തിന് കല്ലെടുത്തു വെച്ചത് ഒരു പേമാരിക്കും ഒരു കൊടുങ്കാറ്റിനും മായ്ച്ചു കളയാൻ പറ്റാത്ത കാരുണ്യത്തിന്റെ പ്രഭ മുഖത്ത് ഏന്തിയിട്ട് ഈ ലോകത്ത് അള്ളാഹു തന്ന, പ്രത്യേകിച്ച് നമ്മുടെ കൈരളിയുടെ അഭിമാനവും കാരുണ്യത്തിന്റെ സ്പർശത്തിന്റെ പ്രഭയുമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അല്ലാഹു മർഖദ മഹാനവറുകളാണ്.
അതുകൊണ്ട് തന്നെ എത്ര കാലം ഈ സ്ഥാപനം നിലനിൽക്കുന്നുവോ ആ കാലം അത്രയും ബഹുമാനപ്പെട്ടവരുടെ ഒരു നോട്ടവും ഒരു പൊരുത്തവും ഒരു ഗുരുത്വവും ഈ സ്ഥാപനത്തിന്റെ ഖാദിമീങ്ങൾക്ക് അതിനെ സഹായിക്കുന്നവർക്ക് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, നന്ദിയുള്ള അടിമ എന്ന മനോഹരമായ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ 6666 ആയത്തുകളെ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയോ ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇത്ര ചരിത്രം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനേകായിരം സംഭവങ്ങൾ ഉൾപ്പെടുത്തി പരിശുദ്ധ ഖുർആനിനെ അത്ര വലിപ്പത്തിലും ഭംഗിയിലുമാക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഖുർആൻ സ്വാലിഹീങ്ങളുടെ കഥ പറയുമ്പോ മറുഭാഗത്ത് ഖുർആൻ അധർമ്മകാരികളുടെ അല്ലാഹു അവർക്ക് കൊടുത്ത പരിണിത ഫലങ്ങളുടെ ഭവിഷ്യത്തുകളുടെ രംഗങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ ചരിത്രം എന്നാണ്. ലോകത്ത് ഏറ്റവും വലിയ ഒരു നന്ദി കെട്ടവന്റെ കഥ അല്ലാഹു പടച്ച തമ്പുരാൻ ആ സൂറത്തുൽ ഖസസിലൂടെ ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാ പറയുന്നത്? കാലഘട്ടം പുരോഗതിയുടെ വഴിത്താരയിലൂടെ നടന്നു നീങ്ങുമ്പോ പഴയകാലത്തെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒന്നും അറിയാതെ സുഖത്തിന്റെ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ പൂന്തന്നലേറ്റുകൊണ്ട് പടച്ച തമ്പുരാനെ മറന്ന് നന്ദി കെട്ടവനാകാൻ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിന്നോട് സംവദിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നു. ആ ഒരു സംസാരത്തിലൂടെ നിനക്ക് മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലാഹ് പാണ്ടിക്കാടിന്റെയും ഒറവംപുറത്തിന്റെയും പെരിന്തൽമണ്ണയുടെയും മണ്ണാർക്കാടിന്റെയും മഞ്ചേരിയുടെയും കൊണ്ടോട്ടിയുടെയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലബാറിന്റെ കോഴിക്കോടിന്റെ മനോഹരമായ പല തീരങ്ങളിൽ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ അനുഗ്രഹത്തിന്റെ അധികാരത്തിന്റെ വിളനിലങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുമ്പോ പഴയകാലത്ത് നിലനിന്നിരുന്ന പ്രാർത്ഥനകളും അദ്കാറുകളും സുജൂദുകളും നഷ്ടപ്പെട്ടുകൊണ്ട് നന്ദികേടിന്റെ വഴിയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കാൻ തീരുമാനിക്കുമ്പോ അവിടെയാണ് അല്ലാഹു ഈ ചരിത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നത്. ഇത് പാരായണം ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് ചരിത്രം പറയുന്നവരുടെ വായിൽ നിന്ന് കേൾക്കുക, ഇല്ലെങ്കിൽ ആ സംഭവം കേട്ടുകൊണ്ട് നന്ദിയുള്ള വഴിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. ഏതാണ് ആ ചരിത്രം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ അല്ലാഹുവിനോടൊന്നും ചോദിച്ചിട്ടല്ല അല്ലാഹു സർവ്വതും ആ പ്രിയപ്പെട്ട മനുഷ്യന് കൊടുത്തത്. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തു. ഒന്നും റഹ്മാനായ പടച്ച തമ്പുരാനോട് ആ മനുഷ്യൻ ചോദിച്ചതിന്റെ പേരിൽ കൊടുത്തതല്ല. എല്ലാം അല്ലാഹു തന്നെ അനുഗ്രഹിച്ചു കൊടുത്തതാണ്. കൊടുത്തത് മുഴുവനും ഏറ്റുവാങ്ങി. ആരോഗ്യം കൊടുത്തു, സന്തോഷം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, മാളിക കൊടുത്തു, കൊട്ടാരം കൊടുത്തു, ഏറ്റവും വലിയ ജീവിത സൗഖ്യവും സൗഭാഗ്യവും കൊടുത്തു. എല്ലാം വാങ്ങിയ ആ മനുഷ്യൻ ഇത് മുഴുവനും എനിക്ക് തന്നത് ആകാശലോകത്തിന്റെ അധിപനായ അല്ലാഹുവാണ് എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ ധിക്കാരിക്കുള്ള ശിക്ഷ ആ മനുഷ്യന് കൊടുത്തു എന്ന് സൂറത്തുൽ ഖസസ് പരിചയപ്പെടുത്തുകയാണ്. ആകാശത്തിന്റെ താരകങ്ങളോട് തൊട്ടുരുമി നിൽക്കുന്ന മാളികാ സൗധം പണിഞ്ഞ് ആധികാരിയായ നന്ദി കെട്ടവനായവൻ നടന്നു പോകുമ്പോ വിശ്വാസികളായ പ്രിയപ്പെട്ട ജനങ്ങൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പലപ്പോഴും പറഞ്ഞിരുന്നു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. നീ ഒരുപാട് ആഹ്ലാദിക്കരുത്. ഇതുപോലെ സ്മരണയില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങളും പേറി നന്ദി കെട്ടവരായി ജീവിച്ച അമിതാഹ്ലാദികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ആ നന്ദി കെട്ടവന് ബ്രേക്കില്ലാതെ പിശാച് വലിച്ചഴച്ചു കൊണ്ടുപോയി. അവസാനം അവൻ എന്താ സംഭവിച്ചു പോയത്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوى. അനേകായിരം ഒട്ടകങ്ങൾ ചുമന്നുകൊണ്ടുപോകുന്ന സമ്പാദ്യത്തിന്റെ പൂട്ടിട്ടിരിക്കുന്ന താക്കോൽ കൂട്ടങ്ങളുടെ ഉടമയായ ധിക്കാരിയായ ഖാറൂൻ എന്ന നന്ദി കെട്ടവന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? എനിക്ക് ആരോഗ്യം തന്നത് അല്ലാഹു ആണെന്ന് മറന്നുപോയപ്പോ, എനിക്ക് സമ്പത്ത് തന്നത് അല്ലാഹു ആണെന്ന് വിസ്മരിച്ചു പോയപ്പോ, എന്റെ ജീവിതത്തിലെ സർവ്വ അനുഗ്രഹങ്ങളും എനിക്ക് തന്നത് പടച്ചവനാണെന്ന ഓർമ്മ നഷ്ടപ്പെട്ടു പോയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന നന്ദി കെട്ടവന്
വബിദാരിൽ അർളാ. അവനെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സൗഖ്യത്തെയും അവന്റെ സമ്പത്തിനെയും അവന്റെ പ്രൗഢിയെയും മുഴുവനും ഭൂമിക്കടിയിലേക്ക് നാം ആഴ്ത്തിക്കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഭൂമിയുടെ ഒരു ഭാഗം പിളർത്തിയിട്ട് അതിനകത്തേക്ക് എടുത്തവനെ ആഴ്ത്തിക്കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദി കെട്ടവർക്കുള്ള പാഠം ഇതാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹ് പറയുകയാ, ഉറപ്പുകാരെ, നിങ്ങൾക്ക് നല്ല വീട് കിട്ടിയപ്പോ, എന്റെ പൊന്നുമോളെ ശരീരം നിറച്ച് സ്വർണ്ണാഭരണം കിട്ടിയപ്പോ, ജീവിക്കാനുള്ള സൗഭാഗ്യത്തിന്റെ വഴികൾ കാരുണ്യവാനായ അല്ലാഹു നിനക്ക് തുറന്നു തന്നപ്പോ, മാലമോരുതോറാ നേരമില്ല, യാസീനോറാ നേരമില്ല, ഇശാമാരിന്റെ ഇടയിൽ മുസല്ലയിൽ നിന്ന് പൊട്ടിക്കരന്നിരുന്ന മലബാറിന്റെ പെണ്ണിനെ കാണാനില്ലാതായി പോയപ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പടച്ച തമ്പുരാന്റെ പിടി വളരെ ഭയാനകരമാണ്. ആ പിടി വന്നു കഴിഞ്ഞാല് ഏറ്റവും വലിയ ഹോസ്പിറ്റലിന്റെ അകത്ത് പോലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ ഭർത്താവ് വിദേശ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടുകളായി നോട്ടുകെട്ടുകൾ നിർമ്മിച്ചയച്ചു തരുമ്പോ, ആ നോട്ടുകെട്ടിന്റെ പിൻബലത്തിൽ പടച്ച തമ്പുരാന്റെ അദാബിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പുറത്തുകാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് സുഖവും സന്തോഷവും ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതും ഞാൻ ചെയ്ത ഇബാദത്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാ, എന്റെ മകൻ ഹിഫ്ദിന് പഠിക്കുന്നത് കൊണ്ടാ, ഞാൻ വഅദിന് പോകുന്നത് കൊണ്ടാ. അല്ല പെങ്ങളെ, നിന്റെ നെറുകേട് നീ എപ്രകാരം കാണിക്കുമെന്നറിയാൻ അല്ലാഹു നിനക്ക് വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം പടച്ച തമ്പുരാൻ ഒരു പിടിപിടിക്കും കേട്ടോ. എത്രയോ ആളുകൾ നമ്മൾ കണ്ടതാ പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാട് മഞ്ചേരിയിലും ഒക്കെ. എവിടെ ഇന്നവരെവിടെ പ്രിയപ്പെട്ട പച്ചമണ്ണ് മാന്തിയിട്ടവരെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് മക്കള് പോലും തിരിഞ്ഞു നോക്കാറ് പള്ളിപ്പറമ്പിൽ മാറ്റി വെച്ചിട്ട് പോയ നൂറുകണക്കാരെ ഉപ്പമാരുടെ സമ്പന്നരുടെ ഉമ്മമാരുടെ സമ്പന്നങ്ങളുടെ ചരിത്രം പഠിക്കുന്ന എന്റെ മലബാറുകാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എന്റെ അടിമകളിൽ നന്ദിയുള്ളവര് വളരെ കുറവാ നബിയേ. നിങ്ങൾ എത്ര വാതു പറഞ്ഞാലോ, നിങ്ങൾ എത്ര ഉപദേശിച്ചാലോ, എന്റെ അടിമകളിൽ നന്ദിയുള്ളവര് വളരെ കുറവാണ്. അവർ ഒരുപാട് ഇബാദത്ത് ചെയ്യൂല നബിയേ. ദുനിയാവിന്റെ രസം കൂടുമ്പോ എന്നെ മറന്നു പോകും നബിയേ. ഇന്ന് ളുഹർ എവിടെന്നാ അനുസ്കരിച്ചത്, ഇന്ന് അസർ എവിടെന്നാ അനുസ്കരിച്ചത്, ഇന്ന് എത്ര പ്രാവശ്യം പടച്ച തമ്പുരാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു സുബ്ഹാനല്ലാഹ് എങ്കിലും പടച്ചവനോട് പറയാതെ നിനക്ക് കഴിഞ്ഞോ? ഒരു സലാത്ത് ചൊല്ലിയോ? നിന്റെ വീടിന്റെ അലമാരയുടെ അകത്തുള്ള തടിക്ക് വെച്ചിരിക്കുന്ന ഖുർആനിന്റെ കടലാസ് നിന്റെ വലത്തെ കൈവിരൽ തുമ്പ് കൊണ്ടൊന്ന് മറിച്ചിട്ടൊന്ന് ബിസ്മി പറയാ നിനക്ക് കഴിഞ്ഞോ? നേരമില്ല മൊയ്ലാരെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, എന്തേ നിനക്ക് നേരമില്ലാതായി പോയത്? മഴ പെയ്യുമ്പോ ചോർന്നൊലിക്കുന്ന ഒരു കൂരയ്ക്കകത്ത് പണ്ട് ഉറവം പുറത്ത് കഴിഞ്ഞിരുന്നപ്പോ നിനക്ക് എന്തിനും നേരമുണ്ടായിരുന്നല്ലോ. അന്ന് മഴ പെയ്യുമ്പോ മക്കളെ ചേർത്ത് നെഞ്ചോടൊട്ടിച്ച് വെച്ചിട്ട് അല്ലാ യാ അല്ലാ യാ അല്ലാ എന്ന് കരയുമായിരുന്നല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരക്കുമായിരുന്നല്ലോ. ഇന്ന് ഐശ്വര്യങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ കവാടങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി പടച്ച തമ്പുരാ തുറന്നിറന്നപ്പോ, ഓ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്ത അനുഗ്രഹങ്ങൾ എന്തെന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തുക. ബോധ്യമായതിനു ശേഷം അതിന് ഓരോന്നിന് ഞാനും നിങ്ങൾ നന്ദി കാണിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ വരാന് ഒരുമിച്ച് കൂടുന്നതിനൊക്കെ ഉള്ളൊരു നന്ദിയായിട്ട് തന്നെ അൽഹംദുലില്ലാഹ്, ഈ മഴയുടെ സമയമായതുകൊണ്ട് തന്നെ അല്ലാഹു ഈ പ്രപഞ്ചത്തിന് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ബക്കറ്റ് കൊടുത്ത് വിടുകയാണ്. കാരണം 19 വർഷമായി ഫാറൂഖ് യത്തീംഖാന ഇവിടെ നിലകൊള്ളുന്നു. 19 വർഷം. ആ മക്കളെ പട്ടിണിയില്ല നോക്കിയത് നിങ്ങൾ തന്നെയാണ്. തങ്ങൾ ഇവിടെ, ഞാൻ തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, തങ്ങൾ പ്രസംഗിക്കോ? പ്രസംഗിക്കാനൊന്നും കഴിയില്ല, വാക്ക് ആ കാലമൊക്കെ പോയി. പക്ഷെ കാമ്പും കഴമ്പുള്ള പ്രസംഗം അങ്ങ് കേട്ടിട്ടില്ലേ? എത്രയോ പ്രാവശ്യം ഈ പാണ്ടിക്കാട് കേന്ദ്രീകരിച്ച് ഞാൻ വാതിൽ വരുമ്പോഴൊക്കെ തങ്ങൾ അവിടെ ഉണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചാലും നമുക്ക് ഉപകാരമുള്ളത്, ആലിമീങ്ങൾക്ക് വരെ ഉപകാരമുള്ള കാര്യങ്ങൾ തങ്ങൾ പറയും. എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് റബിയ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ തുടങ്ങി അനാഥ മക്കളെ സംരക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇനി അനാഥകളായ ആൺകുട്ടികളെ മാത്രം നമുക്ക് പഠിപ്പിച്ചാൽ പോരാ. യതീംഖാനകളിൽ ആൺമക്കളുണ്ട്, അനാഥകളുണ്ട്. പെൺമക്കളെ പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് വിടുന്ന തരത്തിലൊരു സംവിധാനം ഫാറൂഖ് യതീംഖാനയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർ നടത്തും. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തോളത്ത് കൈവച്ച് അനുഗ്രഹിച്ച് നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം എന്തായാലും പൊടിഞ്ഞൊന്നും പോവില്ല.
നടക്കും. സംഘാടകരോട് പറയാനുള്ളത്, ഈ മഴ കണ്ടിട്ടോ അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെ ആയതുകൊണ്ട് ജനങ്ങൾക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്നത് കണ്ടിട്ടോ നിങ്ങളുടെ മനസ്സിൽ ആശങ്കയൊന്നും വേണ്ട. അള്ളാഹുവിന്റെ അഹ്ലുബൈത്തിന്റെ പ്രഭ, അഭിപ്രായ വ്യത്യാസമില്ലാത്ത അഹ്ലുബൈത്തിന്റെ പ്രകാശം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദുആ ചെയ്ത് കല്ലിട്ടിട്ടുണ്ടെങ്കിൽ, സമസ്ത ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിലെ ഒരു കുഞ്ഞും പട്ടിണി കിടക്കേണ്ടി വരില്ല. നിങ്ങളുടെ ലക്ഷ്യം ഇനി പെൺകുട്ടികളെ പഠിപ്പിക്കലാണ്. യതീമീങ്ങളായ പെൺമക്കളെ നമുക്ക് പഠിപ്പിക്കണ്ടേ? യതീമീങ്ങളായ ആമക്കൾ പഠിക്കുന്നു. ഒരുപാട് സ്ഥലമുണ്ട്, അതിന് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പെൺകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കാത്തത് വലിയ പ്രശ്നമാണ്. ഒരു പെൺകുട്ടിയെ പളുങ്കുപോലെ കാത്തു സൂക്ഷിക്കണം. പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹത്തിനുള്ള ചിലവും കൊടുത്ത് ആ പൊന്നുമോളെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വെച്ച് കല്യാണം നടത്തി കൊടുക്കും. എന്തൊരു വലിയ പദ്ധതിയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ സംതൃപ്തിയോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബക്കറ്റിലേക്ക് ഒരു നല്ല സുദഖ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ വാതു പറയാം, ഞാൻ പറയാതൊന്നും ഇരിക്കൂല. നിങ്ങൾ കാര്യമായി ചെയ്തു കൊടുക്കണം. നമുക്ക് ഈ ആരോഗ്യവും ഈ ഒരുമിച്ച് കൂടാനുള്ള അവസരമൊക്കെ അള്ളാഹു തരുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നല്ല തൃപ്തിയോടെ ചെയ്തു കൊടുക്കണം. അള്ളാഹുവേ, ഒരു ബനാത്ത് യതീംഖാന ഇവിടെ വരുമ്പോൾ, പെൺകുട്ടികൾക്കുള്ള ഒരു സ്ഥാപനം ഇവിടെ വരുമ്പോൾ, അൽഹംദുലില്ലാഹ് ഞാൻ കാരണമായിട്ട് അതിന്റെ ആദ്യ ഘടുവിലേക്ക് എന്റെ ഒരു സുദഖ കൊടുക്കാൻ കഴിയുന്നത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണെന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൊടുക്കുക. അള്ളാഹു സഹായിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ പരിശുദ്ധ കരം കൊണ്ട് തറക്കല്ലിട്ട് വളർത്തിയെടുത്ത 19 വർഷത്തെ പാരമ്പര്യമുള്ള പടച്ചവനെ വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാതെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തും കഴിവും ഇൽമുമുള്ള പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ തലോടലുള്ള സാന്ത്വനമുള്ള ഫാറൂഖ് യതീംഖാന അനാഥ അഗതി മന്ദിരം ശരീഅത്ത് കോളേജ് സ്ത്രീകൾക്ക് കൂടി വന്നു നിന്ന് പെൺകുട്ടികൾക്ക് കൂടി നിർത്തി പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പോവാൻ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് രൂപ അതിന് ആവശ്യമുണ്ട്. പടച്ചവനെ, അല്ലാഹുവേ, ശഅബാനിന്റെ പൊന്നമ്പിളി വന്ന് ദിവസങ്ങൾ പെട്ടെന്ന് കടന്ന് റമളാൻ എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ ശുഭമുഹൂർത്തത്തിൽ ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരുടെ കൈകളെ അല്ലാഹുവേ ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നീട്ടുന്ന കൈകളാക്കല്ല അല്ലാഹുവേ. ആ കൈകളെ പ്രിയപ്പെട്ട മക്കളുടെ വിരൽത്തുമ്പ് പിടിച്ച് RCC നിരങ്ങുന്ന കൈകളാക്കി മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പേമാരിയുടെ സാഹചര്യത്തിൽ മഴയെ ഞങ്ങൾ കാത്തിരുന്നതാണ് തമ്പുരാനെ. അതുകൊണ്ടാണ് നനഞ്ഞിട്ട് പോലും അതൊരു സുഹൃതം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ഇൽമിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. ജീവിതവും മരണവും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഇൽമ മനസ്സിൽ കൊണ്ടു നടന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ മുഖം പ്രകാശിച്ചതുപോലെ, സീനുൽ ഉലമയുടെ മുഖം പ്രഭ കൊണ്ട് നിറഞ്ഞതുപോലെ, അല്ലാഹുവേ, 10ഉം 100ഉം 200ഉം 500ഉമായി ബക്കറ്റിലേക്ക് നല്ല മനസ്സോടെ സ്വതക്ക ഇടുന്ന ഈ സാധുക്കളായ പാപികളായ പാവപ്പെട്ടവരായ ഞങ്ങളുടെ മുഖവും നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. സ്വല്ലി അല നബി മുഹമ്മദ് വ ആലിഹി വസഹബി അജ്മഈൻ. എല്ലാ ഭാഗത്തും വേഗാവട്ടെ, വേഗാവട്ടെ. ബിസ്മില്ലാഹിർ. എല്ലാവരും ചെയ്തു കൊടുക്കുക. കാരണം നമുക്കറിയാം, സാധാരണ ഉള്ള സദസ്സിന്റെ ഒരാൾ ഇവിടെ ഇല്ല. അപ്പൊ അതുകൂടി പരിഗണിച്ച് അൽഹംദുലില്ലാഹ് ഒരാള് രണ്ടാളിന്റെ സ്വതക്ക ഇടുന്ന പോലെ നിയ്യത്ത് ചെയ്ത് ഫാറൂഖ് യതീംഖാനയ്ക്ക് ചെയ്തു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടുത്തെ ഗുരുനാഥന്മാരുടെ ഖിദ്മത്തിന്റെ ഫലമായി നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ സേവനം ഒരു വലിയ ഖിദ്മത്തായി 19 വർഷം ആ യതീംഖാനയെ സേവിച്ച് സംരക്ഷിച്ചതിന്റെ പുണ്യം അല്ലാഹു നമുക്ക് തരട്ടെ. സ്വല്ലി അല നബി മുഹമ്മദ് വ ആലിഹി വസഹബി അജ്മഈൻ. എല്ലാവരും കൊണ്ട് കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഈ പ്രപഞ്ചത്തിന് ഞാൻ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ആദ്യം പറയാ. അബൂ സിദ്ദീഖ് അഡ്വക്കേറ്റ് ബക്കറ്റ് എടുത്ത് കൊടുത്തു. ഒരു വക്കീലും പോലീസൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ ഉഷാറുള്ളൂ. വേഗാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങൾ ചിന്തിച്ചു നോക്കി, അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഈ ആകാശം, വിശാലമായ ആകാശം, ഈ മഴ, ഈ ഭൂമിയൊക്കെ അതൊക്കെ ഇങ്ങനെ നടക്കുന്നു. കുറെ നാള് മഴയില്ലാതെ വന്നപ്പോ ഇവിടെ പോയി ദൈവമില്ലെന്ന് പറഞ്ഞവരും, ഇവിടെ പോയി ഞങ്ങൾ തിരികെത്തിച്ചാ മഴ കിട്ടും, ഞങ്ങൾ അങ്ങനെ ചെയ്താ മഴ കിട്ടും, ഞങ്ങൾ ബലി കൊടുത്താ മഴ കിട്ടും, ഇവിടെ പോയി അവരെല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചവൻ ഞാനാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ഞാനാണ്.
അല്ലാഹു തന്നെ പറയുന്നത് എന്തിനെന്നറിയോ? ബോധമുള്ളവർക്ക് ബോധം വരാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖ സബഅ സമാവാതി തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ആകാശലോകത്തെ പടച്ചതാരാ? തൂണുകളില്ലാതെ വെള്ള വിരിച്ചതുപോലെ ഒരു കുട പോലെ നിവർത്തി വെച്ചിരിക്കുന്ന ആകാശത്തെ പടച്ചതാരാ? അല്ലാഹു പറയുന്നു, ഞാനാണ് ആകാശത്തെ പടച്ചത്. ഭൂമിയെ പടച്ചതാരാ? അത്യത്ഭുതങ്ങളുടെ മായാലോകമാകുന്ന പ്രപഞ്ച സത്യമാകുന്ന ഭൂമിയെ സൃഷ്ടിച്ചതാരാ? അതും അല്ലാഹു തന്നെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൻസല മിനസ് സമാഇ മാ. ആകാശ ലോകത്തിരുന്ന് മഴ കൊണ്ടുവരുന്നതും അല്ലാഹുവാണ്. ആകാശലോകത്തിരുന്ന് മഴ കൊണ്ടുവരുന്നതും അല്ലാഹുവാണ്. ആകാശലോകത്തിരുന്ന് മഴ കൊണ്ടുവരുന്നതും അല്ലാഹുവാണ്. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഴ കൊണ്ടുവരുന്നത്? ആകാശലോകത്തെ മഴത്തുള്ളികളെക്കാൾ ഏറ്റവും അധികം ഭംഗിയുള്ള, ഏറ്റവും അധികം ശുദ്ധിയുള്ള ഒരു തുള്ളി വെള്ളത്തെ ലോകത്തെ മുഴുവൻ കണ്ടുപിടുത്തത്തിന്റെ കേന്ദ്രത്തിനോട് ചോദിക്കുകയാണ്, കഴിയുമോ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ? 180 മിനറൽ വാട്ടർ കൊണ്ടുവന്നിട്ട് മഴയില്ലാത്ത വേനൽ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്ത് ഒലിപ്പിച്ച മലബാർ മക്കളെ, അല്ല പറയുകയാണ്, ആകാശ ലോകത്തിരുന്ന് വെള്ളമിറക്കുന്നത് ഞാനാണ്. മനുഷ്യരെ, നിങ്ങൾക്ക് കഴിയുമോ? ആകാശം കാർമേഘങ്ങളെ കൊണ്ടുവന്ന് കൊതിപ്പിച്ച് നിന്ന് പോയില്ലേ കഴിഞ്ഞ കുറെ മാസങ്ങളില്? പാണക്കാട് തങ്ങന്മാര് പൊട്ടിക്കരന്നുകൊണ്ട് മഴയെ തേടുന്ന നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കരയുമ്പോ ആകാശത്തിന്റെ കാർമേഘങ്ങളെ മുകൾ ഭാഗത്ത് കൊണ്ടുവന്ന് കൊതിപ്പിച്ച് നിർത്തിയില്ലേ? അല്ല പറയുന്നു, ആരാ മഴയെ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു തുള്ളി വെള്ളത്തെ ആകാശ ലോകത്തിരുന്നിട്ട് താഴേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പച്ചിലകളെ, മനോഹരമായ ഫലവർഗങ്ങളെ ഈ ദുനിയാവിലെ മഴത്തുള്ളികളുടെ നനവേറ്റിട്ട് പ്രസവിച്ചിടുന്ന പച്ചിലകളെ പടച്ചതാരാ? അതും അല്ലാഹുവാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നവ സഖറലകുൽ ഫുൽകലി തജ്രീ, അലറി വിളിക്കുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കടലിനക്കരെ പോയിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട കുടുംബത്തെ പോറ്റാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് കപ്പലിനെ കീഴ്പ്പെടുത്തി തന്നില്ലയോ? അല്ലാഹുവേ, ഇന്ന് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ആ കപ്പലിന്റെ യാത്രയുടെ അത്ഭുതത്തെ കുറിച്ച് അറിയില്ല. പാണ്ടിക്കാട് നിന്ന് ഉറവംപുറത്തിലും ആദ്യമാരി ഗൾഫിലോട് പോയവനോട് ചോദിക്കുക, ആദ്യമാരി മണലാരണ്യത്തെ കഷ്ടപ്പെടാൻ പോയവനോട് ചോദിക്കുക, തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങൾക്ക് അപകടം സംഭവിക്കുമോ? തന്റെ പ്രിയപ്പെട്ട മക്കൾ ഉപ്പാ കടലിലൂടെ പോകുന്ന ഭയാനകരമായ യാത്രയല്ലേ എന്ന് നെഞ്ചപ്പിടിച്ചു പറയുന്ന ദിവസങ്ങളുണ്ടല്ലോ. തിരമാലകളുടെ മുകൾ ഭാഗത്തിലൂടെ കപ്പലിലൂടെ അല്ലാഹു സുരക്ഷിതമായി കരയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോ അല്ല പറയുന്നു, ആരാ അത് മനോഹരമായി കീഴ്പ്പെടുത്തി കൊടുത്തതാരാ? ഇന്ന് ആകാശത്തിലും ഭൂമിയിലുമല്ലാതെ ആയിരക്കണക്കിന് കിലോ ഭാരവുമായിട്ട് ഒരു കുഞ്ഞുകിളി പറക്കുന്ന പോലെ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലൈറ്റ് സുബ്ഹാനല്ലാഹ് ആരാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്? ഇത് മുഴുവനും നിങ്ങളോട് അർഹമർ റഹീമായ പടച്ചതമ്പുരാൻ ചോദിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറയുന്ന, നബിയെ ചോദിക്കുക, രാത്രിയും പകലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് നബിയേ അൽഹംദുലില്ലാഹ് പറയാറ്, സ്വലാത്ത് ചൊല്ലാറ്, നിസ്കരിക്കാറ്, ഇബാദത്തില്ലാറ് നന്ദി കെട്ടവരായി നടന്നു പോകുന്ന മനുഷ്യരോട് ചോദിക്കുക, നിങ്ങൾക്ക് കഴിയുമോ? അറൈതും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ രാത്രിയെ മാത്രം അല്ലാഹു ആക്കി തന്നാൽ പകലിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ?
കഴിയോ? പകലിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖിയാമത്ത് നാൾ വരെ രാത്രിയെ നിങ്ങൾക്ക് പടച്ചു തന്നാൽ അല്ലാഹു പകലില്ല, രാത്രി മാത്രമേ ഉള്ളൂ. അങ്ങനെ രാത്രിയെ പടച്ചു തന്നാൽ പകലിനെ കൊണ്ടുവരാൻ നിങ്ങളുടെ ദൈവങ്ങൾക്ക് കഴിയുമോ എന്ന് നബിയേ നന്ദി കെട്ട മനുഷ്യരോട് നിങ്ങൾ ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മത്തെ ഗൗരവത്തോടെ ചിന്തിക്കുക. ആകാശത്തിൻ്റെതല്ലാതെ, ഭൂമിയുടേതല്ലാതെ, പ്രപഞ്ചത്തിലല്ലാതെ ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ആരെന്നറിയോ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ സൃഷ്ടിച്ചവന്റെ നാമത്തിൽ വായിക്കുന്ന നബിയേ. ഇന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യ നബി തങ്ങളോട് സംസാരിച്ച ആ സൃഷ്ടി വൈഭവത്തിന്റെ അത്ഭുതമേ മനുഷ്യൻ, സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ മഹാത്ഭുതമേ മനുഷ്യൻ. ആ മനുഷ്യനാണ് പ്രപഞ്ചത്തെക്കാൾ ഏറ്റവും വലിയ മഹാത്ഭുതം. എന്റെ പ്രിയമുള്ളവര്, ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ച് മുംതാസിന് സമർപ്പിച്ചു കൊടുത്തതല്ല ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കുക. കുത്തുബ് മിനാറോ ചൈനയുടെ വൻമതിലോ അല്ല. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് അല്ല നിങ്ങളോട് ചോദിച്ച വിശ്വാസിയാരെ മനുഷ്യൻ തിരിച്ചു കൊടുക്കേണ്ടുന്ന മറുപടി ഇന്ന് പ്രസവിച്ച ഉമ്മയുടെ ഗർഭപാത്രമാ. ഇന്ന് പ്രസവിച്ച എന്ന ഗർഭം ചുമന്ന 9.5 മാസക്കാലം പൊക്കിൽ കുടിയിലൂടെ എനിക്ക് ഭക്ഷണം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഗർഭാശയമാണെന്ന് മറുപടി കൊടുക്കുന്നവനെ നീയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് തിരിച്ചറിയുക. അല്ലാഹു പ്രപഞ്ചത്തിന് കൊടുത്ത അത്ഭുതങ്ങൾ പോകട്ടെ, മനുഷ്യ ശരീരമാകുന്ന നമുക്ക് തന്ന അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹുവേ, ഇന്ന് തണ്ടും തടിയും തന്റെ ഇടവുമായി 20, 25, 30, 35 വയസ്സ് പ്രായം വരെ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തേക്ക് പ്രായാധിക്യത്തിന്റെ പടവുകൾ കടന്നുപോയ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുനാളിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിക്കുക. എന്റെ കുഞ്ഞുനാളിനെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മിക്കട്ടെ. ഈ തൊലിക്കം ഇതുപോലെ കട്ടിയില്ല, ഈ ശരീരത്തിന് ഉയരമില്ല, ഈ ശരീരത്തിന് ഭാരമില്ല. കുഞ്ഞു കണ്ണുകളാണ്, കുഞ്ഞു ചെവിയാണ്, കുഞ്ഞു മൂക്കാണ്, കുഞ്ഞു വായാണ്, കുഞ്ഞു ചുണ്ടുകളാണ്. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ മാറിടത്തിന്റെ മുലപ്പാലിന് വേണ്ടിയിട്ട് ദാഹത്തോടെ വാതുറന്ന് കരയുന്ന നിലവിളിക്കാനല്ലാതെ ഒന്നും അറിയാത്ത കാലഘട്ടമുണ്ടായിരുന്നു ചെറുപ്പക്കാരാ നിനക്ക്. ഇന്ന് നിന്റെ നേതാവിന്റെ പിന്നിലൂടെ മുദ്രാവാക്യം വിളിച്ച് ആവേശത്തോടെ നടക്കുമ്പോ കരയാനല്ലാതെ ഒന്നിനും കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. കരയാനല്ലാതെ ഒന്നിനും കഴിയില്ല, കരയാനല്ലാതെ ഒന്നിനും കഴിയില്ല. കരയുന്ന സമയത്തോടി വന്നുകൊണ്ട് വാരിയെടുത്ത് മുത്തം തന്നുകൊണ്ട് നിന്റെ ഉമ്മ മാറോട് ചേർത്ത് വെക്കുമ്പോ അവിടെ 1000 അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണ് അല്ലാഹു നിനക്ക് തന്നിരുന്നത്. പക്ഷേ ഇന്ന് നീ മറന്നുപോയല്ലോ ചെറുപ്പക്കാരാ. അതിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ആ കുഞ്ഞിന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുന്നു എന്നത്. ആ കുഞ്ഞിന് കഴിക്കാൻ ബിരിയാണി കഴിക്കാൻ പറ്റോ? ആ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ പറ്റോ? ആ കുഞ്ഞിന് കൊടുക്കാനുള്ള ഭക്ഷണം ഉമ്മയുടെ മാറിടത്തിൽ അല്ലാഹു നിക്ഷേപിക്കുന്നത് ലോകത്തൊരു വലിയ അത്ഭുതമാണ്. അത് മനുഷ്യന്റെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല, അത് മനുഷ്യന്റെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല. ഇതൊരു വലിയ അത്ഭുതവും വലിയ സംഭവമാണ്. ഒരു കുഞ്ഞിനെ മാതാവ് മാറിടത്തോട് ചേർത്ത് വെക്കുമ്പോൾ കുഞ്ഞിന്റെ തലച്ചോറിന്റെ ഇടിപ്പും മാതാവിന്റെ നെഞ്ചിന്റെ മിടിപ്പും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉൾവലിവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ബന്ധം ചെറുതിലേ ഉണ്ട്, ആ ഒരു ബന്ധം ചെറുതിലേ ഉണ്ട്. ഉമ്മ എന്നൊരു 100 പ്രാവശ്യം നമ്മളൊന്ന് ദിക്ർ ചൊല്ലുന്ന പോലെ പറഞ്ഞു നോക്കി, നമ്മുടെ കണ്ണ് നിറയും. നമ്മുടെ ഉള്ളിലുള്ള ഒരു വല്ലാത്ത ബന്ധമാണത്. ഉമ്മയുടെ പൊക്കിൽ കുടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ചവരാണ് 9.5 മാസക്കാലം. അന്ന് നമുക്ക് മൃദുലമായ പഞ്ഞു പോലത്തെ ചുണ്ടല്ലാഹു തന്നു. എന്തിനാണ് അങ്ങനത്തെ ഒരു ചുണ്ട് തന്നത്? ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോ ഉമ്മാക്കൊരു നേരി വേദന പോലും ഈ കുഞ്ഞുണ്ടാക്കാൻ പാടില്ല. അത്ഭുതമല്ലേ മുലപ്പാൽ? എത്രയോ വലിയ അത്ഭുതമാണ്. ഞാൻ ബഹുമാനപ്പെട്ട ആലുവ മൊഹീദ്ദീൻ ഉസ്താദ് പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. എന്റെ നാട്ടിൽ അദ്ദേഹം പണ്ട് പ്രഭാഷണത്തിന് വന്നപ്പോ, എന്റെ നാട്ടിലെ സിനിമാ നടനാണ് പ്രേം നസീർ. ചില ഉപ്പാപ്പവരൊക്കെ ചിലപ്പോ ഇപ്പൊ റളിയല്ലാഹു അൻഹു എന്ന് പറയാം, അത്രയ്ക്ക് ഇഷ്ടമാണ് അയാളെ പലപ്പോഴും. ആ പ്രേം നസീറിന്റെ മുഖത്ത് വല്ലാത്ത ഭംഗിയായിരുന്നു. സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വളരെ കുറച്ചു മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അന്ന് പിന്നെ അത്രത്തോളം വലിയ സൗന്ദര്യവർദ്ധന വസ്തുക്കളൊന്നും ഇല്ലല്ലോ. കായും പൂവൊക്കെ പറിച്ച് തേക്കലല്ലാതെ ഇന്നത്തെ പോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കണ്ണ് ചുമക്കാനും ചുണ്ട് ചുമക്കാനുള്ള മരുന്നൊന്നും ആ കാലത്തിലില്ല.
പ്രേം നസീർ എന്ന സിനിമാ നടന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു ലേഖകന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു അത്രേ. അയാൾ ചോദിച്ചു, നിങ്ങളുടെ മോന് സൗന്ദര്യമുണ്ടാകാൻ ഗർഭകാലത്ത് നിങ്ങൾ എന്താ കഴിച്ചത്? നമ്മുടെ ഉറവമ്പുറത്തെ സഹോദരിമാരൊക്കെ മോൻ വെളുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഗർഭിണിയാവുമ്പോ കുങ്കുമപ്പൂ കഴിക്കും അല്ലേ? ചില ഭർത്താക്കന്മാര് പറ്റിക്കാൻ വേണ്ടി ചെമ്പരത്തി പൂവും കൊണ്ട് കൊടുക്കലുണ്ട്. അപ്പോ ഈ സഹോദരിയോട് ചോദിച്ചു, ഗർഭകാലത്ത് നിങ്ങൾ എന്താ കഴിച്ചത്? ഈ നിങ്ങളുടെ മോൻ ഇത്ര സൗന്ദര്യം കൂടാൻ? ഉമ്മ പറഞ്ഞു, എന്റെ മോന് ചെറിയ പ്രായത്തിൽ വലിയൊരു അസുഖം വന്നു. അന്നിതുപോലെ വിലപിടിപ്പുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നുമില്ല. കൈ കഴിക്കണമെങ്കിൽ അവിടെ ഇരുന്നോളൂ. അപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്ത കാലമല്ലേ? അതുകൊണ്ട് നാട്ടു ചികിത്സയായിരുന്നു ഉണ്ടായിരുന്നത്. വൈദ്യന്മാരൊക്കെ എന്ത് ചെയ്യും? പച്ചമരുന്ന് അരച്ചു കൊടുത്തിട്ടുള്ള ഒരു ചികിത്സ മാത്രമേ ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പ്രേം നസീറിനെ ചികിത്സിച്ച വൈദ്യം പറഞ്ഞു അത്രേ, 2 ഇടങ്ങഴി മുലപ്പാല് കുഞ്ഞിന് കൊടുക്കണം. 2 ഇടങ്ങഴി മുലപ്പാല് കൊടുക്കണം. 2 ഇടങ്ങഴി മുലപ്പാല് പോയിട്ട് അന്ന് പ്രേം നസീറിന്റെ ഉമ്മ പറയുന്നു, എന്റെ കുഞ്ഞിന് എത്രയോ മാസം കൊടുത്താൽ പോലും 2 ഇടങ്ങഴി പാൽ എന്റെ മാരടത്തിൽ ഉണ്ടാവൂല. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് ഊർജമാണ്, പോഷകമാണ്, ആവേശമാണ്. അതിലുള്ളതുപോലെ അതിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു മഹാത്ഭുതവും നിങ്ങൾ ഇന്ന് വാങ്ങുന്ന കൃത്രിമ പോഷണ പൊടികളിൽ ഇല്ല എന്ന് 101 വട്ടം നമുക്ക് തുറന്നു പറയാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, ഹൗലൈനി കാമിലൈൻ, 2 വർഷം പൂർണ്ണമായും നിങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പറഞ്ഞത് അതിന്റെ ഉപയോഗം ആ കുഞ്ഞിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. 2 ഇടങ്ങഴി മുലപ്പാൽ കൊടുക്കാൻ പറഞ്ഞു. 2 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയില്ല. 4 ലിറ്റർ ആണ് 2 ഇടങ്ങഴി എന്ന് പറഞ്ഞ 4 ലിറ്റർ പാല്. നാട്ടിലുള്ള പ്രിയപ്പെട്ട പ്രസവിച്ച സഹോദരിമാരിൽ നിന്ന് മുലപ്പാൽ ശേഖരിച്ച് പ്രിയപ്പെട്ട പ്രേം നസീറിന്റെ ഉമ്മ ആ കുഞ്ഞിന് കൊടുത്തു. ആ ഉമ്മ പറയുന്നു, അതിനുശേഷം എന്റെ കുഞ്ഞിനുണ്ടായ മുഖത്തിന്റെ ഭംഗി അത്ഭുതമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കും എന്റെ ഭർത്താവിനും ഇല്ലാത്ത സൗന്ദര്യം എന്റെ കുഞ്ഞിന് കിട്ടിയത് അങ്ങനെയാണ് എന്ന് ആ പ്രിയപ്പെട്ട സ്ത്രീ പറയുമ്പോ, പ്രേം നസീറിന്റെ ചരിത്രം പറയാനല്ല ഞാൻ പറഞ്ഞത്, ഉമ്മയുടെ മഹത്വവുമല്ല ഞാൻ പറഞ്ഞത്. അല്ലാഹു കൊടുത്ത മാരടത്തിലെ പോഷകം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പെണ്ണറിയാത്ത തുള്ളിയുടെ വിലയാണ്. അതുകൊണ്ടല്ലേ റസൂൽ ആമിന ബീവിയെ മാത്രമല്ല ഉമ്മ എന്ന് വിളിച്ചിരുന്നത്. പിന്നെയോ ആമിന ബീവി ദാരിദ്ര്യം കൊണ്ട് പാല് പറ്റി വരണ്ടു പോയി, കൊടുക്കാനൊന്നുമില്ല. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തപ്പോ ഉമ്മ എന്ന് വിളിച്ചു. മുത്തു നബിന്റെ ഉമ്മാനെ അരി ആമിനെ ഉമ്മാ നബിയെ മുല കൊടുത്താറ്റി പോറ്റിയെ ഉമ്മ ബീവി ഹലീമ. ബീവിയെ ഉമ്മ എന്ന് വിളിച്ചു മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് അങ്ങോട്ട് ഉയരട്ടെ. മാതൃഭൂമി പത്രം ഇപ്പോഴും കത്തിക്കുന്നവരുണ്ട്. സലാത്ത് വലിയ ആവേശമില്ല, കത്തിക്കാനും പോകുമ്പോഴാനൊക്കെ വലിയ ഉത്സാഹമാണ്. സുന്നത്തിന്റെ കാര്യം പറയുമ്പോഴും പ്രവാചകന്റെ പേര് പറയുമ്പോഴും അത് ജീവിതത്തിലൂടെ അങ്ങോട്ട് കൊണ്ടുവരാനും കൂടെ ഒരു മത്സരം ഉണ്ടാക്കണം. ആവേശം ഒന്നും കൂടെ തെറി വിളിക്കാൻ രംഗത്തിറങ്ങിയ പോരാ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു മനസ്സിന്റെ ഒക്കെ തുറപ്പിച്ചു തരട്ടെ. മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പാല് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഹലീമ ബീവിയിൽ നിന്ന് പാല് കുടിച്ചു. അത് കുടിക്കുന്ന ഒരു വല്ലാത്ത പോഷകമുണ്ട്. അതുകൊണ്ടാണ് യുവാക്കളൊക്കെ ചില അടിയും ബഹളമൊക്കെ നടക്കുമ്പോൾ ഉമ്മാടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി എല്ലിനും പല്ലിനും ഒക്കെ കട്ടി കൂടുതലാണ്. നല്ലതുപോലെ കുടിച്ചവനാണെങ്കിൽ, ഉമ്മ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോ കുടിച്ച മോനാണെങ്കിൽ എല്ലിന് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല. ഉമ്മ അത് കണ്ടുകൊണ്ടിരിക്കും, പട്ടി ഒന്ന് കുടിച്ചുകൊണ്ട് പോയാലും ഉമ്മച്ചി അറിയത്തില്ല. ആ കാലമാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ വിലയേറിയാത്ത എന്റെ മലബാറിലെ പൊന്നുമോളെന്ന് നിന്റെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ സൗന്ദര്യം കുറയും ഉസ്താദ്. അങ്ങനെ സൗന്ദര്യം നോക്കിയപ്പോ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവന്നപ്പോ മാതാവിന്റെ മഹത്വം അറിയാറ്, മാതാവിന്റെ കഴുത്തു വെട്ടാൻ മടിയില്ലാത്ത മക്കളായി കാലഘട്ടത്തിന്റെ മക്കൾ വളരുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, ആ ചെറിയ പ്രായത്തിൽ നിന്റെ തൊലിക്ക് അള്ളാഹു കട്ടി തന്നോ?
നടക്കാൻ പഠിച്ചു. മുട്ടിലടിയുന്ന സമയത്ത് മുട്ടിന് കട്ടി തന്നു, ബിസ്ക്കറ്റ് കടിക്കാനുള്ള പല്ല് തന്നു. 6 മാസമാകുമ്പോ ചോറ് കഴിക്കുമ്പോ അതിനുള്ള പല്ല് തന്നു. അത് ദഹിക്കുന്നതിനുള്ള ഉദരത്തിലുള്ള അവയവങ്ങളെ അല്ലാഹു കട്ടിപിടിപ്പിച്ചു. അങ്ങനെ അത്ഭുതമേ, മനുഷ്യൻ മഹാത്ഭുതമേ. അല്ലാഹ് പറയുന്നു, ഹല്ലത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഒന്നും പറയപ്പെടാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നിന്നെ കുറിച്ച് ആരും ഒന്നും പറയപ്പെടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് ഇന്നിവിടെ ഇരിക്കുന്ന ആരാണ് ഉറവംപുറത്തുകാർ ഓർമ്മിക്കുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിന്റെ കത്ത് അത്ഭുത ലോകത്തെ സൃഷ്ടിവൈഭവത്തിന്റെ കഴിവായി, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അപാരമായ സൃഷ്ടിവൈഭവത്തിന്റെ അടിമയായി ഈ ദുനിയാവ് ആദ്യമായി കണ്ടുകൊണ്ടിറങ്ങി വരുമ്പോ അല്ലാഹുവേ, ആ പടച്ചവൻ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഇന്ന് നീ ആ റബ്ബിനെ മറന്നപ്പോ അല്ലാഹ് മറന്നിട്ടില്ല. നിസ്കരിക്കാതെ നടന്നു പോകുമ്പോ അല്ലാഹ്ക്കറിയാ, യവനുമ്മയുടെ ഉദരത്തിനകത്ത് ഞാനാണല്ലോ സംരക്ഷിച്ചത്, ഞാനാണല്ലോ ഭക്ഷണം കൊടുത്തത്. ഒരു ചെറിയ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാ മരിച്ചു പോകുമായിരുന്ന കാലഘട്ടത്തില് അല്ലാഹുവേ, കനൽക്കട്ട പോലെ സൂക്ഷിച്ചുകൊണ്ട് നിന്നെ വളർത്തിക്കൊണ്ട് വന്നില്ലേ ആ പടച്ചതമ്പുരാൻ. അതുകൊണ്ടാണ് അല്ലാഹു നിന്നോട് പറഞ്ഞത്, എന്നോട് നീ നന്ദി കാണിക്കുക, എന്നോട് നന്ദി കാണിക്കുക. അല്ലാഹു സർവ്വതും തന്നു. ഇന്ന് ആരോഗ്യം കിട്ടിയപ്പോ, ഇന്ന് പണവും പദവിയും പവറും കിട്ടിയപ്പോ, ഇന്ന് വിദ്യാസമ്പന്നരായി നിങ്ങൾ മാറിയപ്പോ, ഇന്ന് പള്ളിയെക്കാളും വലിയ കൊട്ടാരം കിട്ടിയപ്പോ അൽഹംദുലില്ലാഹ്, ആ പടച്ചതമ്പുരാന്റെ പള്ളി മിനാരത്തിന്ന് ബാങ്ക് വിളിക്കുമ്പോ അലർജി തോന്നുന്ന ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഇബാദത്തിന് നേരം കിട്ടാറ് ദുനിയാവിന്റെ രസക്കൂട്ടുകൾക്ക് വേണ്ടി ഓടുമ്പോ, പെരിന്തൽമണ്ണ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് പേരിട്ടുകൊണ്ട് അഴിഞ്ഞാട്ടം നടക്കുമ്പോ പോയിട്ടില്ലേ ഉറവം പുറത്തുള്ള നാണമില്ലാത്ത പെണ്ണ്, ഭർത്താവിന്റെ കൂടെ മക്കളുടെ കൂടെ അഴിഞ്ഞാടാ പോയിട്ടില്ല പെങ്ങളെ, അവിടെ അഴിഞ്ഞാടാ പോയിട്ടില്ലേ? കൊപ്പം ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ടോട്ടി ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും കച്ചവട തന്ത്രം മുന്നിൽ കണ്ടുകൊണ്ട് ബിസിനസ്സുകാര് പണം മുടക്കി ചെയ്യുമ്പോ അതിനുവേണ്ടി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകിയ ഭർത്താവിന്റെ നോട്ടുകെട്ടുകൾ ആഗ്രഹത്തിന് വേണ്ടി കൊണ്ട് കളയുന്ന പെണ്ണ്, പണം നഷ്ടപ്പെടുത്തല് മാത്രമല്ല നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നീ എറിഞ്ഞുടക്കലാണ്. ഓർക്കണം പെങ്ങളെ, അല്ലാഹു നന്ദിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. നിനക്ക് തന്നത് അല്ലാഹുവേ നന്ദിയോടെ ഓർക്കുന്ന സ്മരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് അല്ലാഹു പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാനായ അഅ്മശ് റളിയല്ലാഹു തആല ഓർക്കണേ, എന്റെ ഉറവം പുറത്തുകാരാ ഓർക്കണേ, മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു 71-ാമത്തെ വയസ്സിൽ കൈകാല് തളർന്നുകൊണ്ട് വീട്ടിന്റെ അകത്ത് കിടക്കുകയാണ്, രോഗിയായി കിടക്കുകയാണ്. അസ്റായിൽ വരാ സമയമായെന്ന പൂർണ്ണമായ ബോധം വന്നുപോയി. അഅ്മശ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയാ തുടങ്ങി. തസ്ബീഹുമാലകളുമായി ഉസ്താദിനെ കാണാൻ പോയ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് തങ്ങളെ കരയുന്നത്? അഅ്മശ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു നന്ദി കെട്ടവനായി പോകുമോ എന്ന് പേടിയാവുകയാണ്. ഞാനൊരു നന്ദി കെട്ടവനാകുമോ മക്കളെ? ഇമാം അഅ്മശ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യഗണങ്ങൾ പറയുന്ന തങ്ങളെ, എങ്ങനെയാണ് അവിടുന്ന് നന്ദി കെട്ടവനാവുക? ഞങ്ങളുടെ കണ്ണില് ഏറ്റവും വലിയ നന്ദിയുള്ളവൻ നിങ്ങളാണ് തങ്ങളെ. 71-ാമത്തെ വയസ്സിലാണ് കൈകാലുകൾ തളർന്നു പോയതെങ്കിൽ 70-ാമത്തെ വയസ്സ് വരെ ഒരു വഖത്ത് നമസ്കാരം പോലും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ആ കാല് തളരുന്നത് വരെ പള്ളിയിലേക്ക് വേഗം നടന്നു പോകുമായിരുന്നു. അല്ലാഹുവേ, ആ കൈ തളരുന്നത് വരെ പാവപ്പെട്ടവന് പൈസ ഇങ്ങനെ എടുത്തു കൊടുക്കുമായിരുന്നു. ശരീരം ക്ഷീണിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് എങ്ങനെയാണ് നന്ദി കെട്ടവനാകുക? അഅ്മശ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുകയാണ്, മക്കളെ, കൈയും കാലും തളർന്നു എന്നൊക്കെ കാരണം പറയുന്നത് നമ്മളല്ലേ. ഒരു പക്ഷേ ഇഴഞ്ഞിട്ടെങ്കിലും നിനക്ക് പള്ളിയിൽ പൊയ്ക്കൂടായിരുന്നോ എന്ന് അല്ലാഹു ചോദിച്ചാൽ, ഇഴഞ്ഞിട്ടെങ്കിലും നിനക്ക് പോകാമായിരുന്നല്ലോ എന്ന് അല്ലാഹു ചോദിച്ചാൽ, അവിടെ ഞാൻ നന്ദി കെട്ടവനാകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ, ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, വളാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട 3 ചെറുപ്പക്കാരന്റെ ഫോട്ടോ നീ പത്രത്തിലൂടെ കണ്ടില്ലേ?
വെളുത്തുടുത്ത സുന്ദരക്കുട്ടന്മാര് 20, 22, 23, 25 വയസ്സായ മക്കള്, ഉമ്മാടെ പൊന്നുമക്കള്, വാപ്പച്ചിയുടെ പൊന്നുമക്കള്, കുടുംബത്തിന്റെ നെടുംതൂണായ മക്കള്. 20 വയസ്സ് വരെ മക്കളെ വളർത്തുമ്പോഴാണ് നിന്റെ കഷ്ടപ്പാടറിയുക. 10ാമത്തെ വയസ്സ് വരെ എന്റെ പൊന്നുമോന് ആയിട്ടുണ്ട്. അല്ലാഹുവേ, അവനൊരു പനി വന്നെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചാൽ എന്റെ ചങ്ക് പൊട്ടുന്നതെന്തുകൊണ്ടാ? മക്കളെ വളർത്തുന്നതിന്റെ കഷ്ടപ്പാടും നൊമ്പരവും അറിയുന്നത് കൊണ്ടാണ്. 22 വയസ്സ് വരെ വളർത്തിയ പൊന്നുമോന് പനയോലയിൽ പൊതിഞ്ഞ് വെട്ടിക്കീറി കുത്തിത്തച്ച് വീടിന്റെ മുമ്പ് കൊണ്ടുവെക്കുമ്പോ ഒരു മാതാവിന്റെ മനസ്സ് നീ ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ? ഒരു പിതാവിന്റെ കൽവിന്റെ അവസ്ഥയെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നടക്കുകയാണ്, കള്ളുകുടിച്ച് പോത്തുകളെ പോലെ, കന്നുകാലികളെ പോലെ പൂരപ്പറമ്പിൽ ആറാടി നൃത്തം ചെയ്ത് ബോധമില്ലാതെ സിനിമാ ശൈലി താടിയും മുഖമൊക്കെ വരച്ചു വെച്ചിട്ട്, അല്ലാഹുവേ, എവിടേക്കാണ് ഈ ചെറുപ്പക്കാരന്റെ പോക്കെന്ന് എനിക്കറിയില്ല. എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, മരണപ്പെടുമ്പോഴെങ്കിലും ഒരു നല്ല മുഖം നിനക്ക് വേണ്ടേ ചെറുപ്പക്കാരാ? സിനിമാ നടന്റെ താടിയോടെ കബറിന്റെ അകത്ത് പോയാൽ എങ്ങനെ അതിനകത്ത് കിടക്കാൻ നിനക്ക് പറ്റും? ആരാണിതെന്ന് ഹബീബിന്റെ മുഖം കാണിച്ചിട്ട് ചോദിക്കുമ്പോ എന്റെ നബിയാന്ന് പറയാ ആ കുറ്റാകുറ്റിരുട്ടിന് നിനക്ക് കഴിയുമോ ചെറുപ്പക്കാരാ? വീണ്ടും വിചാരം വേണം മോനെ. കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും സുഖത്തിന്റെയും പിന്നാലെ തേ പിടിച്ചവരെ പോലെ ഓടി നടക്കാറ്. ആലോചിക്ക് ചെറുപ്പക്കാരാ, ആലോചിക്ക് ചെറുപ്പക്കാരാ. എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അല്ലാഹു പറയുന്നു, വാതാക്കും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? ഉറവം പുറത്തെ പെണ്ണേ, നല്ലൊരു ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ് നിനക്ക് കിട്ടിയില്ലേ? നല്ലൊരു വീട് വേണമെന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? നല്ല മക്കളെ വേണമെന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? നല്ല ജീവിതം വേണമെന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? ഒരു കുറവും നിനക്ക് അല്ലാഹു തന്നില്ലല്ലോ. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, നല്ല ഭാര്യയെ തന്നില്ലേ? നീ ചോദിച്ചതാണ്. നല്ല മക്കളെ തന്നില്ലേ? നീ ചോദിച്ചതാണ്. അസുഖമൊന്നും തരല്ലേ അല്ലാ എന്ന് എന്നും ദുആ ചെയ്ത് ഒരസുഖവും നിനക്ക് അല്ലാഹു തന്നില്ലല്ലോ. അല്ലാഹു പറയുന്നു, വഅതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നീ ചോദിച്ചതൊക്കെ നിനക്ക് ഞാൻ തന്നില്ലേ? വയതഅദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. ഒരു ചെറിയ ഡയറി എടുത്തിട്ട് എന്റെ ഉറവം പുറത്ത് വന്നവര് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളും എഴുതിയിട്ട് അടിയിൽ ഒരു വരയിടുക. തമാശ പറഞ്ഞതല്ല. സീരിയല് കണ്ട് വാ തുറന്ന് ഇളിക്കാൻ മാത്രം പഠിച്ചാ പോരാ. വീട്ടിൽ വരുന്ന യതീമിനെതിരെ വാതിൽ കൊട്ടിയടക്കാൻ പഠിച്ചാ പോരാ. ഷോപ്പിംഗ് മാളിന്റെ അകത്ത് കണ്ടവന് കാമക്കണ്ണെറിഞ്ഞിട്ട് ആടിയും പാടിയും ചാഞ്ഞും ചരിഞ്ഞും നടക്കാൻ മാത്രം പഠിച്ചാ പോരാ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ പഞ്ചായത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് മാത്രം പഠിച്ചാ പോരാ. എന്റെ മണ്ഡലത്തിൽ എത്ര വോട്ട് എന്റെ പാർട്ടിക്ക് കിട്ടുമെന്ന് മനക്കണക്ക് പറയുന്ന പൊന്നുമോനെ, നിന്റെ വീട്ടിൽ ചെന്നിട്ടൊരു ഡയറി എടുത്തിട്ട് അതിന് ഹെഡിങ് എഴുതി വെക്കുക, അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഒന്ന് എഴുതി നോക്കിയേ, കണ്ണീര് വരും പ്രിയപ്പെട്ടവരെ. അല്ലാഹു പറയുന്നു, ലാ തുഹ്സൂഹാ, ഞാൻ നിങ്ങൾക്ക് തന്നത് എഴുതാൻ തുടങ്ങിയാൽ അത് തീരൂല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. 1000 ഡയറി എഴുതി തീർന്നാലും പടച്ചവൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ എഴുതി തീർക്കാൻ പറ്റൂല. നിന്റെ കാർകൂന്തൽ, നിന്റെ കൺപോള, നിന്റെ കൺപുരിയം, നിന്റെ കണ്ണുകൾ, നിന്റെ നാസ്വാദാരം, നിന്റെ നാവിത്തുമ്പ്, നിന്റെ ചുണ്ടുകൾ, നിന്റെ കവിള്, നിന്റെ കണ്ണ്, അല്ലാഹുവേ, നിന്റെ കാതുകൾ, നിന്റെ കൽബ്, നിന്റെ കരൾ, നിന്റെ ശരീരം, നിന്റെ ആരോഗ്യം, നിന്റെ മക്കള്, നിന്റെ കുടുംബം, നിന്റെ കൈകാലുകൾ, നിന്റെ ആയുസ്, നിന്റെ ആഫിയത്ത് എഴുതിയാ തീരൂല പ്രിയപ്പെട്ടവരെ, എഴുതിയാ തീരൂല, എഴുതിയാ തീരൂല പ്രിയപ്പെട്ടവരെ, എഴുതിയാ തീരൂല. ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത്, ഉസ്താദുമാരെ പ്രസംഗിക്കാൻ പോകുന്ന ആലിമീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അവരെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടല്ല, അവരോടൊപ്പം സെൽഫി എടുത്ത് രസിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ ഉസ്താദേ, ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലാഹു നിങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നല്ലോ. ഇത്രയും ജനങ്ങൾ
ജനങ്ങൾ വന്നിരിക്കുമ്പോ അവരുടെ മുന്നിൽ സംസാരിക്കുന്ന അല്ലാഹു തന്ന അനുഗ്രഹമല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹം കിട്ടിയ മനുഷ്യനെന്ന രീതിയിലാണ് നിങ്ങളോട് മഹബത്ത് വെക്കുന്നതെന്ന് പറയുമ്പോ അല്ലാഹുവേ ഈ അനുഗ്രഹം നോട്ടുകെട്ടുകൊണ്ട് വില പറഞ്ഞ് നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവരെ പെടുത്തല്ലേ അല്ലാ. കണ്ണടയുന്നതിന് മുമ്പ്, ശബ്ദമടയുന്നതിന് മുമ്പ് ഫാറൂഖ് യത്തീംഖാന പോലെ, അൻവരിയ അറബി കോളേജ് പോലെ, മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്റർ പോലെ, പട്ടാമ്പി പള്ളിപ്പുറം അറബി കോളേജ് പോലെ ധാരാളം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ചെലവഴിച്ച് 1 രൂപ കൊണ്ട് ഒരു യതീമിന്റെ ഒരു ദിവസത്തെ ചിലവിന്റെ ഒരു ഭാഗമെങ്കിലും വീണാൻ കഴിഞ്ഞാൽ അല്ലാഹുവേ അതിന്റെ ഒരു അംശം എന്റെ വാപ്പച്ചിക്ക് കിട്ടുമല്ലോ, എന്റെ ഉമ്മാക്ക് കിട്ടുമല്ലോ, എനിക്ക് കിട്ടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഉറവം പുറത്തുകാരായി നിങ്ങളോട് ഫാറൂഖ് യതീംഖാനയെ മറക്കരുതെന്ന് പറഞ്ഞത്. യതീംഖാനയുടെ പൈസ എടുത്തിട്ട് വേണ്ട ഓട്ടി ഉസ്താദിന് ചായ കുടിക്കാൻ. ഉണ്ണിക്കോയ തങ്ങൾക്ക് മരിക്കുന്നത് വരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി അല്ലാഹു കൊടുക്കൂല. തങ്ങന്മാർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങളൊക്കെ ചങ്കില് ജീവനുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് അവരെ പൊന്നു പോലെ നോക്കുന്നതാണ്. അഹ്ലു ബൈത്ത് പൊട്ടിക്കരയുന്നത് നമുക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഉറവംപുറം യതീംഖാന, ഉറവപുറം ശരീഅത്ത് കോളേജ് നിങ്ങളോട് പൈസ ചോദിക്കുന്നത് ആ സ്ഥാപനത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ വേണ്ടിയാ. 19 കൊല്ലത്തിന് മുമ്പ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കല്ലിട്ടിട്ട് ആടി നിൽക്കുന്നത് തങ്ങന്മാരുടെ ശത്രുക്കൾക്ക് സന്തോഷമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾക്ക് മനസ്സിൽ വല്ലാതെ ആഹ്ലാദമാണ്. അതിന് അവസരം ഒരുക്കാറ് തങ്ങന്മാര് കൈവച്ചത് പൊന്നാകുമെങ്കിൽ ഫാറൂഖ് യതീംഖാനയെ പൊന്നാക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാ എന്ന് പറഞ്ഞ് നെഞ്ചപ്പടിച്ചേറ്റെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളൊന്ന് എണ്ണി നോക്കുക. അലം നജ്അൽ ലഹു ഐനൈ വലിസാനം വശഫതൈ വഹദൈനാഹു നജ്ദൈ. അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കണ്ണുകള്, അത്ഭുതങ്ങളുടെ അതിശയ ലോകമാകുന്ന ചുണ്ടുകള്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ ഇൻസാന ലളലൂമുൻ ഗഫാർ. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല നബിയേ, മനുഷ്യൻ എങ്ങനെയാണ്? എത്ര ആയത്തോതിയാലും, എത്ര വാതു പറഞ്ഞാലും, എത്ര ചരിത്രം പറഞ്ഞാലും അവൻ നന്ദി കെട്ടവനാണ്. അവൻ അക്രമമേ ചെയ്യുകയുള്ളൂ, അവൻ വഴികേടിപ്പരത്തിലാണെന്ന് അല്ലാഹു തുറന്ന് സമ്മതിക്കുമ്പോ അതിലുൾപ്പെടല്ലേ ചെറുപ്പക്കാരാ. നബി തങ്ങളോടൊരു സഹാബി വന്ന് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, നന്ദി കാണിക്കാൻ കഴിയുന്നില്ല നബിയേ, കഴിയണില്ല. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ തിരിച്ച് നന്ദിയായിട്ട് പടച്ചവന് ശുക്ർ ചെയ്യാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്വല മിൻകും. നിങ്ങളെക്കാ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. അറിയാതെ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ അനുഗ്രഹമൊന്നും നമുക്ക് അല്ലാഹു തന്നിട്ടില്ല ഉസ്താദ് എന്ന് പറയുന്നവർ. ഉസ്താദ് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന അനുഗ്രഹമൊന്നും അല്ലാഹു നമുക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നവർ, നിബിതങ്ങൾ അവർക്ക് ഒരു വലിയ വഴി പറഞ്ഞു കൊടുക്കാൻ, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കിയത് കൊണ്ടാണ് മഹാന്മാർ നന്ദിയുള്ളവരായത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, വകാനൂ ഇദാ ജന്നൽ ലൈല ഖാമൂ അലാ അഖ്ദാമിഹിം. മുൻഗാമികൾ അങ്ങനെ നന്ദി കാണിച്ചത്, രാത്രിയായി കഴിഞ്ഞാൽ ഖാമൂ അലാ അഖ്ദാമിഹിം, കാൽപാദത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ നിസ്കരിക്കും. വഫ്തറശൂ വുജൂഹും, അവരുടെ മുഖത്തെ വിരിപ്പായിട്ട് വിരിച്ചിടും. സുജൂദിൽ അവിടെ കിടക്കാണ്, എഴുന്നേക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുജൂദിൽ കിടന്ന് ഉറങ്ങാന്നല്ല അർത്ഥം. റമളാൻ വരെയാണ് ചില താത്തമാരൊക്കെ ഒന്നാമത്തെ റക്അത്തിൽ അങ്ങ് സുജൂദിൽ പോയ 20 കഴിയുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് അൽഹംദുലില്ലാ തറാവീഹ് തീർന്നത് അറിഞ്ഞില്ല എന്ന് പറയും. ചില പള്ളികളിലുമുണ്ട് കൂർക്കം വലിക്കുന്നു. പിന്നെ നമ്മുടെ ഭാഗത്തൊക്കെ കുറെ യുവാക്കൾ റമളാൻ വരെ നന്ദികേടല്ലേ കാണിക്കാം. റമളാൻ ആകുമ്പോ പള്ളികളുടെയും വീടിന്റെ മുമ്പേ 4-5 ചൂടുകളിലും പറക്കി വെച്ച് ഒരു ക്യാരം ബോർഡ് എടുത്ത് അങ്ങോട്ട് വെക്കും. കൊട്ടല് തന്നെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊട്ടും. ഇതന്നെ നമ്മുടെ ജോലി. പള്ളിക്കകത്ത് തറാവീഹ് നമസ്കാരം നടക്കുന്നു. ബിരിയാണിയോ ചാപ്പാടോ ഉണ്ടെങ്കിൽ ക്യാരം ബോർഡ് മടക്കി വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലും, വല്ലവും കഴിക്കും, വീണ്ടും വന്നിരുന്ന് കൊട്ടല്.
റമദാനാകുമ്പോ ചില ശൈത്താന്മാർ ഇതുമായിട്ട് ഇറങ്ങും. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ തന്ന വലിയ അനുഗ്രഹമാണ് ഈ വരുന്ന റമദാൻ. ഞങ്ങൾ നീ പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ഒരു റമദാനും കൂടി ഞങ്ങൾക്ക് തരുമ്പോ ഖബറിൽ കിടക്കുന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവേ, അവർക്ക് ഒരു റമദാനും കൂടി നീ കൊടുക്കുകയാണ്. അതിന്റെ വില അവരറിഞ്ഞിരുന്നെങ്കിലല്ല പടച്ചവനെ, ആ നോമ്പ് പിടിക്കുമ്പോ കിട്ടുമ്പോ ആ തറാവീഹിന് കിട്ടുന്ന പുണ്യം അവരറിഞ്ഞിരുന്നെങ്കിലല്ല ഈ ഖബറിന്റെ അകത്ത് എത്രയോ എത്രയോ സുഖം അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അവര് ചിന്തിക്കുന്നില്ലല്ലോ. മരിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്ന് ആലോചിക്കുക. നന്ദിയുള്ളവര് കാമോ ഇതാ ജന്നല്ലൈല കാമോ അലാ അഖ്ദാമിഹിം, കാലിന്റെ മുകളിൽ നിന്നുകൊണ്ട് നിസ്കരിക്കും രാത്രി സമയത്ത്. നന്ദിയുള്ളവർക്ക് രാത്രി ഇബാദത്ത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സൈനുൽ ഉലമ രാത്രി ഉറങ്ങാതിരുന്നത്. 10-30 ദിവസത്തോളം കോയക്കുട്ടി ഉസ്താദ് ഉറങ്ങാതിരുന്നത് അല്ലാഹുവിനോട് നന്ദിയുള്ളത് കൊണ്ടാണ്. ഇത്രയും കാലം സമസ്ത എന്ന് പറയുന്ന മനോഹരമായ ആദർശത്തിന്റെ കൊടുങ്കാറ്റാകുന്ന പ്രസ്ഥാനത്തിന്റെ ഖാദിമാകാൻ കഴിഞ്ഞ ചാരുതാർത്ഥ്യമോർത്തുകൊണ്ട് ആനക്കരയുടെ വീട്ടിന്റെ അകത്ത് കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എത്ര നിർവൃതിയായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. അല്ലാഹുവിനോടുള്ള നന്ദിയായിരുന്ന പ്രിയപ്പെട്ടവരെ, നന്ദിയായിരുന്ന സഹോദരങ്ങളെ, ഓർക്കണം നമ്മളതൊക്കെ, സഗൗരവം ചിന്തിക്കണം അതൊക്കെ. നമുക്ക് രാത്രി എന്താ പരിപാടി, പാതിരാത്രി എന്താ പരിപാടി? അടുക്കും ചിട്ടയോടും കൂടി പാണ്ടിക്കാടും ഉറവമ്പുറത്തും വന്നിരിക്കുന്ന ഈ പെങ്ങന്മാരെ ഞാനൊന്നും പറയുന്നില്ല. മറിച്ച് ചില സ്ഥലത്ത് സ്ത്രീകളുണ്ട്, പാതിരാത്രിയൊക്കെ വാത് കഴിഞ്ഞ് പോകുമ്പോ കാണാം അല്ലാഹു ആരെ ആഘോഷമാണെന്ന് അറിയാൻ പറ്റൂല. ഇപ്പോഴത്തെ ആഘോഷം അമ്പലത്തിലേതാണോ, ക്രിസ്ത്യൻ ചർച്ചിൻ്റെതാണോ, മുസ്ലിം പള്ളിയിലേതാണോ ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാറ്റിലും കളർ ബൾബുണ്ട്, എല്ലാറ്റിനും പടക്കമുണ്ട്, കമ്പമുണ്ട്, പൂത്തിരിയുണ്ട്, മത്താപ്പുണ്ട്, ചെണ്ടയുണ്ട്, അടിഞ്ഞാട്ടമുണ്ട്, കുംഭമേളമുണ്ട്, ഗാനമേളയുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാത്തിലുമുണ്ട്. ക്ഷേത്രങ്ങളിലുള്ള ആനകളെക്കാൾ കൂടുതലാണ് ഇന്ന് പള്ളികളുടെ ആഘോഷങ്ങൾക്കുള്ള ആനകൾ. പേരുകൂടി മാറ്റി, കൃഷ്ണൻകുട്ടി മാറ്റി, അബ്ബാസ് എന്നും അലിയാരെന്നും ഇവിടെ ആക്കിയാൽ മതി. ആനയ്ക്ക് മാർക്കം ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമേ ഉള്ളൂ. കത്തി ഒടിഞ്ഞു. വെറുതെ തമാശ ഗണിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. നമ്മുടെ കാക്കമാർക്ക് തലയ്ക്ക് വെളിവില്ലാതെ വന്നിരിക്കുകയാണ്. കുറെ പണം അല്ലേ, പണം കൂടി എന്ത് വേണം? സൗദി അറേബ്യയിൽ പെട്രോളിന്റെ വില കൂടി ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും കൂടിയിട്ടില്ല അല്ലേ. ഇങ്ങനെ കാക്കമാർക്ക് വാരിക്കൂരി കൊടുത്തു. ആലോചിച്ചോക്കേ, പടച്ചവനോട് നന്ദി കാണിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളുടെ മുമ്പ് ഒരുത്തനും എന്റെ മോളെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് കൈനീട്ടില്ലായിരുന്നു. എല്ലാവരും കൂടി കാണിച്ചിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു. നമുക്കതിന് കഴിയില്ല. ഞാനൊരു പ്രിയപ്പെട്ട സഹോദരനെ കണ്ടു വയനാട് പ്രസംഗത്തിന് പോയപ്പോ, മീനങ്ങാടി 2 ദിവസത്തെ പ്രസംഗം. ഒരുപാട് എനിക്ക് തന്നെ ഒത്തിരി സങ്കടം തോന്നിപ്പോയ സദസ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള റിലീഫ് സെല്ലും വീട് വെച്ചു കൊടുക്കലും ആംബുലൻസും സഹായിക്കലും ഒക്കെയാണ് അവർ പറയുന്നു. ഉസ്താദേ, എല്ലാ സദസ്സിലും ഉസ്താദ് വാത് പറയുമ്പോ കൈവെക്കുന്ന പോലെ ഇവിടെ പൊക്കാൻ എല്ലാവരും പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് സന്തോഷത്തിന് ചെറിയ തുക വല്ലതും ചോദിച്ചാൽ ആരെങ്കിലും 1-2 പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സഹോദരൻ, വളരെ ചെറിയ പൊക്കം കുറഞ്ഞ നല്ല സ്വഭാവമുള്ള നല്ല ഇടപെടലുള്ള ദീനി സ്നേഹിയായ ഒരു സഹോദരൻ, തങ്ങളെന്ന് പറഞ്ഞ അയാൾ കരയും. ആ സഹോദരൻ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഞാൻ ആദ്യം ചിന്തിച്ചു ഇതൊരു ആക്ഷൻ ആയിരിക്കും ചിലപ്പോൾ, ഉസ്താദിനോടുള്ള ഒരു നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ തോന്നിപ്പോയി എന്റെ മനസ്സിൽ. അദ്ദേഹത്തിന്റെ പെരുമാ ആരും വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ, അങ്ങനെ തോന്നിപ്പോയി. പക്ഷേ ആ പ്രിയപ്പെട്ട സഹോദരൻ, ഈ സാധുവായ സഹോദരൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ, രോഗികൾക്ക് മരുന്ന് വെച്ചു കൊടുക്കുക ഒക്കെ ഓടി നടന്ന് അവസാനം ആ സഹോദരൻ പറഞ്ഞു, 2ാമത്തെ ദിവസം ഉസ്താദെ, ഇന്ന് ഉച്ചക്ക് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉസ്താദ് കഴിക്കണം. ഒരു വീട്ടിൽ ഉസ്താദ് വന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ. എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ ഭാര്യയുടെ ഒരു ആഗ്രഹമാണ്, എന്റെ മക്കളുടെ ഒരു ആഗ്രഹമാണ് ഉസ്താദ് വരാൻ. അൽഹംദുലില്ലാഹ് അവിടെ ചെന്നു ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഒരു വാക്ക് ഉസ്താദിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്ന് അസീസൊക്കെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അസീസൊക്കെ പറഞ്ഞ മുഖം മൂടി ധരിക്കണം, പരമ്പിന്റെ അടിയിൽ കൂടെ വരണം, ടാർപ്പിന്റെ അടിയിൽ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞു. ആ പ്രിയപ്പെട്ട സഹോദരി വീൽ ചെയറിലാണ് വന്നത്. കൽബ് പൊട്ടിപ്പോയി സഹോദരിമാര്, വേറൊന്നും കൊണ്ടല്ല. നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണിനെ എന്തിന് വിവാഹം കഴിച്ചു എന്ന് ഞാൻ ചോദിച്ചു.
2.5 വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെയാണ് ഉസ്താദേ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് എനിക്കൊരു ജീവിതം തന്നത്. എന്റെ ഭർത്താവിന് ഉസ്താദ് ദ്വാരക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉസ്താദിനെ കാണാൻ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, കാരുണ്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഉസ്താദ്, ജീവിതത്തിലൂടെ വേണ്ടേ. എന്റെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹമാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറയുമ്പോ ആ തങ്ങളുടെ പദവി അറിയാതെ ഞാൻ ഓർത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറയാൻ വലിയ എളുപ്പമാണ്, പറയാൻ വലിയ സന്തോഷമാണ്. ഒരാൾ ചെയ്യുമ്പോ അതുപോലെ ഒന്ന് ചെയ്യുന്ന കാര്യം പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഒരു സ്വതക്ക ചോദിക്കുമ്പോ 10,000 വെച്ച് ചോദിക്കുമ്പോ ആരെങ്കിലും ഒരാളെ കൈവക്കി എല്ലാരും അയാളെ നോക്കും. അവൻ കൊടുത്തു, അവന്റെ 10,000 പോയി, അവന്റെ 10,000 പോയി. അടുത്തവൻ 5,000 പറഞ്ഞു, അവന്റെയും പോയി. നീയോ? ഞാൻ ഇനി എത്ര വാത് കേട്ടാലും കൊടുക്കൂല. എന്താ, നിങ്ങൾ എല്ലാവരും 10,000 രൂപ വെച്ച് കൊടുത്താലും ഫാറൂഖ് എത്തിയങ്ങാനുടെ ദാരിദ്ര്യം തീരൂല. അത് എല്ലാ സ്ഥാപനത്തിനും ഉള്ളതാണ്. ചെറിയ ചെറിയ തട്ടും മുട്ടും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ അതെന്നും ഉണ്ടാവും, ഇക്കാലത്തും ഉണ്ടാവും. പക്ഷേ കൊടുക്കാൻ കഴിയുന്നത് അള്ളാഹു തന്നൊരു വലിയ മഹാഭാഗ്യമാണ്. 19 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ കുറച്ചാള് കൊടുത്തത് കൊണ്ടല്ലേ ഒരു ചെറിയ ബിൽഡിംഗ് വന്നത്. അതിന്റെ കത്ത് പഠിച്ച മുഴുവൻ ഈ മക്കളും ബിസ്മി പറയുമ്പോ പ്രതിഫലം കിട്ടുന്നത് ആ കല്ല് കൊടുത്തവർക്കല്ലേ. അൽഹംദുലില്ലാ പറയുമ്പോ പ്രതിഫലം കിട്ടുന്നത് അവർക്കല്ലേ. അവര് രാത്രി ഉറങ്ങുമ്പോ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹ്യാ, ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിവിടെ വന്ന് കിടക്കേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോ ആ ഉറങ്ങുന്ന സമയം മുഴുവനും മലക്കുകളുടെ സ്വലാത്തിന്റെ പുണ്യം കിട്ടുന്നത് അവർക്ക് കിടക്കാൻ സംവിധാനവും സൗകര്യവും കൊടുത്ത് നിങ്ങൾക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതൊരു ചില്ലറ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഉള്ളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളൊക്കെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളൊക്കെ താഴെയുള്ളവരിലേക്ക് നോക്കുക. അല്ലാഹുവേ, നമ്മൾ നടന്നു പോകുമ്പോ നമ്മളൊക്കെ താഴെയുള്ള നടക്കാൻ കഴിയാത്തവരെ നമ്മളൊന്ന് നോക്കണ്ടേ. നമ്മൾക്ക് 2 നില കൊട്ടാരം അല്ലാഹു തന്നിട്ടുള്ളപ്പോ ഒരു നിലയ്ക്കകത്ത് കഴിയുന്നവനെയും നമ്മൾ നോക്കണ്ടേ. അതിലുള്ളവൻ ഓടിട്ട കെട്ടിടത്തിൽ കഴിയുന്നവനെ നോക്കട്ടെ, അതിൽ കഴിയുന്നവൻ ഓലപ്പുരയിൽ കഴിയുന്നവരെ നോക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല ഉസ്താദേ, ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയണ്ട. കണ്ണുകൊണ്ട് കണ്ടതാണ്. കോഴിക്കോട് കൊടുവള്ളി താമരശ്ശേരിയിൽ നിന്ന് 15 കിലോമീറ്റർ മുകളിലോട്ട് അല്ലാഹുവേ പടച്ചവനെ, ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ, ഒരു ടാർപ്പയ്ക്ക് താഴെ ഒരു കുടുംബം കഴിയുന്നു, 2 ചുടുകല്ലിനപ്പുറത്തൊരു കുടുംബം കഴിയുന്നു. കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന കുഞ്ഞുമക്കളെ പോലെ അല്ലാഹുവേ വിറക് കൊണ്ട് വന്ന് കത്തിച്ച് ഭക്ഷണം വെക്കുന്നവർ, മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് SSLCക്ക് പഠിക്കുന്ന തട്ടമിട്ട പൊന്നുപെമ്മക്കൾ, നേരിട്ട് കണ്ടു പ്രിയപ്പെട്ടവരെ അവർക്ക് ഭക്ഷണ കിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. എന്തൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ. വികസനത്തിന്റെ നാട്ടിൽ നമുക്ക് എന്തെല്ലാം കാണാം. സമ്പന്നവർഗമേ, ഗ്യാസ് കുറ്റിക്കകത്ത് പോലും പണം കൊണ്ടുവന്ന് കേരളത്തെ നാണം കെടുത്തിയവരെ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാം. ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞതാണ്, 5 ദിവസം കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നത് ചക്കയാണ്, പച്ചച്ചക്ക. മക്കൾ കഴിക്കുന്നത്, കുടുംബം കഴിക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്ന പൊന്നുമോളെ പിന്നാലെ, മോളെ മമ്മി പാല് തരാൻ മറന്നു എന്ന് പറഞ്ഞൊരു ഗ്ലാസിനകത്ത് ഹോർലിക്സ് കലക്കി പൊന്നുമോക്ക് കൊണ്ട് കൊടുക്കുമ്പോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളന്നിട്ട് പോകുന്ന ധിക്കാരിയായ പൊന്നുമോളെ, പച്ചച്ചക്ക കഴിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന പൊന്നുമോള് കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം കുടുംബത്തിലെ ടാർപ്പക്കടിയിലുണ്ടെന്ന് തിരിച്ചറിയുമ്പോ അവർക്ക് സന്തോഷമാണ്. അവര് പറയുന്നു, ഇതുപോലും ഇല്ലാത്തവരുണ്ടല്ലോ ഉസ്താദേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പ് കിടന്നുറങ്ങുന്നവരുണ്ട്, ഒരു ടാർപ്പയ്ക്ക് താഴെ പോലും തലവെക്കാൻ ഭാഗ്യം കിട്ടാത്തവരുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. അതുപോലുള്ള പാവപ്പെട്ടവന്റെ കുടുംബത്തിലെ പെമ്മക്കളെ, ഈ ഫാറൂഖ് എത്തിങ്ങാനയിൽ ഒരു ബനാത്തുണ്ടായ എനിക്ക് പറയാമല്ലോ. മൂസ ഉസ്താദിനെ വിളിച്ചിട്ട്, ഉണ്ണിക്കോയ തങ്ങളെ വിളിച്ചിട്ട്, ഒരു പൊന്നുമോളെ എവിടെ ാൻ പറ്റോ? അന്നമില്ലാതെ, വെള്ളമില്ലാതെ, വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു പൊന്നുമോക്ക് അവിടെ ജീവിതം കൊടുക്കാൻ പറ്റോ? അവര് കൊണ്ടുവന്നാക്കിയാൽ, ആ പൊന്നുമോക്ക് നല്ല വസ്ത്രം കൊടുത്താൽ, ആ പൊന്നുമോളെ ഇത് നിന്റെ റൂമാണ്, ഇവിടെ കിടന്നോ, ഇവിടെയാണ് ക്യാന്റീൻ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറയുമ്പോ ഉമ്മയെ ഫോൺ ചെയ്തുകൊണ്ടാ പൊന്നുമോള് പറയും, ഉമ്മ
എനിക്കിവിടെ സ്വർഗസുഖമാണെന്ന് പറയുമ്പോ അതിന്റെ പ്രതിഫലം കിട്ടുന്നത് ആർക്കോ? ഈ പതിരാവിന്റെ യാമത്തില് തൊണ്ടപെട്ടുന്ന പാവപ്പെട്ട എന്നെ പോലെ ഈ മഴയെ വകവെക്കാതെ വന്നിരുന്നുകൊണ്ട് വാത കേട്ട നിങ്ങൾക്കല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും അതിനെ നന്ദി കാണിക്കുന്നതിന്റെയും മേഖലകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയാ, നമുക്കൊരു 30,000 രൂപ സ്വതക്ക പറയാം. ആർക്കും എന്നോട് വെറുപ്പ് തോന്നല്ലേ? ഇത് നടക്കേണ്ട കാര്യമാണ്, ഇത് നടക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉണ്ണിക്കോയത്തങ്ങള് അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ എന്നോട് ആവേശത്തോടെ പറഞ്ഞത് മുഴുവനും ഈ സ്ഥാപനത്തെ കുറിച്ചാണ്. ബാക്കി ഇതിനെ പട്ടിണിയാക്കാൻ പറ്റൂല. ഇത് വളരണം, ഇത് വളരണം. ഇവിടെ ഏത് പെൺകുട്ടികൾ വന്നാലും ഏതാൺകുട്ടികൾ വന്നാലും പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിനൊരു ബിൽഡിംഗ് കെട്ടിയെടുക്കണം, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂല. ഇവിടെ വന്നവര് പരിവാരങ്ങളില്ല, പാരാവാരങ്ങളില്ല, പാവപ്പെട്ട കുറച്ച് ജനങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോ ആ നിയ്യത്തിനൊരു ബലം വേണമല്ലോ, ആ നിയ്യത്തിനൊരു ഫദ്ല് വേണമല്ലോ. എഴുന്നേറ്റ് പോകാൻ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാകും, സാരമില്ല, സാരമില്ല, നിങ്ങൾക്ക് പോകുന്നതിൽ അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സാക്ഷിയാക്കിയിട്ട് ഈ മനോഹരമായ സ്ഥാപനത്തിന് സ്വതക്ക ചെയ്യാൻ മനസ്സുള്ള ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, വബല്ലിഗ്നാ റമളാൻ. ഈ സമയത്ത് ഏറ്റവും വലിയ അനുഗ്രഹം റമളാനല്ലേ? ഈ സമയത്ത് ഏറ്റവും വലിയ മഹാനുഗ്രഹം റമളാനല്ലേ? അതുകൊണ്ട് ആ റമളാൻ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോ റമളാനിന്റെ 30 രാവും പകലും മനസ്സിന്റെ അകത്ത് കരുതിയിട്ടൊരു 30,000 എനിക്കൊരിക്കൽ കൂടി റമളാനിന്റെ അടുത്തെത്തിച്ച അല്ലാഹ്, ഒരിക്കൽ കൂടി റമളാനിനെ തലോടാനുള്ള ഭാഗ്യം തരണേ അല്ലാ, ഒരിക്കൽ കൂടി റമളാനെ സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. നാസർ എന്ന സഹോദരൻ 30,000 രൂപ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. എല്ലാവരും ആമീൻ പറയുക. വബല്ലിഗ്നാ റമളാൻ, വബല്ലിഗ്നാ റമളാൻ. ഈ സ്ഥാപനത്തിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച സലാത്ത് നടക്കുന്നുണ്ട്. ആ സ്വലാത്തിൽ ഒരു മഹാത്ഭുതമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിന് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദു ഫൈസി എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. തങ്ങൾ മറന്നു കാണൂല, ഓട്ടി ഉസ്താദ് മറന്നു കാണൂല. അബ്ദു ഫൈസി ഒരുപാട് ഈ സ്ഥാപനത്തിനോട് നടന്നയാളാണ്. ഇവിടെ സ്വലാത്ത് തുടങ്ങണമെന്ന് പറഞ്ഞ് പാണ്ടിക്കാട് ഉസ്താദിനോട് അന്ന് സംസാരിച്ചപ്പോ ഒരു സ്വലാത്തും ഒരു ദിക്റും പറഞ്ഞു കൊടുത്തു. ഇന്നിവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റിനിടയിൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ് എന്ന് പറയുന്ന ദിക്ർ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുത്തതാണ്. മഹാന്മാരുടെ പാരമ്പര്യത്തിലുള്ള 100 കണക്കായ ദിക്റുകൾ ചൊല്ലിയിട്ട് ദുആരക്കുന്ന യതീംഖാനയുടെ പ്രിയപ്പെട്ട മക്കള് ഇന്നു മുതൽ ചെയ്യുമ്പോ ഒന്നാമത്തെ ദുആ കിട്ടുന്നത് നാസർ എന്ന സഹോദരനാണ്. അല്ലാഹുവേ 30,000 പറഞ്ഞ സഹോദരന് റമളാന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമോളെ പറയുക, മടിച്ചു നിൽക്കണ്ട പെങ്ങളെ. അല്ലാഹു ഇതുവരെ തന്ന അനുഗ്രഹത്തിന് പകരമായി, ആരോഗ്യത്തിന് പകരമായി, സമ്പത്തിന് പകരമായി, വീടിന് പകരമായി, മക്കൾക്ക് പകരമായി, ഭർത്താവിനും എനിക്കും അല്ലാഹുവേ ഇതുവരെ മാരക രോഗം തന്നില്ലല്ലോ. അതിന് പകരമായി റമളാൻ തരുന്ന അനുഗ്രഹത്തിന് പകരമായി 30,000 രൂപ റമളാന്റെ ശാപം കിട്ടാതിരിക്കാൻ, റമളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ നാസർ എന്ന സഹോദരൻ തുടങ്ങി വെച്ചു. എല്ലാവരും ആമീൻ പറയുക. നാഥാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. യതീംഖാനയുടെ മക്കള് ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ കൂലി നാസറിന് കൊടുക്കണേ അല്ലാ. യതീംഖാനയുടെ മക്കള് സ്വലാത്ത് ചൊല്ലുമ്പോ അതിന്റെ പുണ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ പ്രിയ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഈ ശഅബാന്റെ പുണ്യം എത്തിക്കണേ തമ്പുരാനെ. ആ ഖബർ വിശാലമാക്കണേ അല്ലാ. നിന്റെ പൂർണ്ണമായ പൊരുത്തത്തിൽ അവരെ ആക്കണേ തമ്പുരാനെ. സന്തോഷത്തോടെ പറഞ്ഞു, അല്ലാഹു തന്നതല്ലേ, റമളാനിന്റെ മുമ്പ് ഒരു അപകടം തരാതിരിക്കാൻ, റമളാനിന്റെ ഓരോ നിമിഷവും പൊരുത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടാമത്തെ ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ 30,000 രൂപ ആരാണ്?
പാടാണ്. യതീമക്കൾക്ക് വേണ്ടിയാ, യതീംഖാനയ്ക്ക് വേണ്ടിയാ, അറബി കോളേജിന് വേണ്ടിയാ, ഒരു നാണയത്തൊട്ട് മറ്റു വിഷയത്തിൽ പാഴായി പോകാറ് അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ട് എനിക്ക് തന്ന ആരോഗ്യത്തിന് പകരം, എനിക്ക് തന്ന സമ്പത്തിന് പകരം, എനിക്ക് തന്ന ജോലിക്ക് പകരം നിന്നെ ഏൽപ്പിക്കുന്ന പൊരുത്തത്തോടെ എന്ന് പറഞ്ഞ് സംതൃപ്തിയോടെ രണ്ടാമത്തെ 30,000 പറയുന്നതാരാ? ആരാണ്? നല്ല മനസ്സോടെ രണ്ടാമത്തെ ഒരാൾ എഴുന്നേറ്റ് കൈ ഉയർത്തിയേ. അല്ലാഹു ഈ മക്കളുടെ പ്രാർത്ഥന എന്നും നിങ്ങൾക്ക് തരുമാറാകട്ടെ. അവർ ഭക്ഷണം കഴിച്ചാൽ, അവർ ഉറങ്ങിയാൽ, അവരുണ്ടാൽ, അവർ നിസ്കരിച്ചാൽ, അവർ ഖുർആൻ ഓതിയാൽ, അവർ സലാത്ത് ചൊല്ലിയാൽ അത് മുഴുവനും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ളതാണ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു യതീമാക്കാതിരിക്കട്ടെ. ഈ സ്വതക്കയുടെ പോരിശ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരുമില്ലാത്തവരാക്കാതിരിക്കട്ടെ. യതീംഖാനയിൽ പോയി ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ മക്കളെ പെടുത്താതിരിക്കട്ടെ. രണ്ടാമത്തെ ഒരാളാര നല്ല മനസ്സോടെ തൃപ്തിയോടെ പാണക്കാട് തങ്ങൾ തറക്കല്ലിട്ട ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഞാനും ഒരു കൈത്താങ്ങായി, അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരൂ മക്കളെ എന്ന് വിളിക്കുന്ന പാണക്കാട് കുടുംബത്തിന്റെ ശിക്ഷഗണങ്ങളിൽ പെടാൻ, അവിടുത്തെ പൂനിലാവേറ്റ് തിളങ്ങുന്ന മനുഷ്യരിൽ പെടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ ആളാര നല്ല മനസ്സോടെ ബിസ്മില്ല. ആരെങ്കിലും ഉണ്ടോ? ആ പുറകു ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വനിതാ വോളണ്ടിയേഴ്സ് എല്ലാ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചോദിക്കുക. പരിശുദ്ധ റമളാനിന്റെ 30 രാവിന്റെയും 30 പകലിന്റെയും പൊരുത്തം മനസ്സിൽ കരുതി അല്ലാഹു തന്ന മഹാത്ഭുതമാണ്. ആ അനുഗ്രഹം എനിക്ക് ലഭിക്കണം എന്ന നിയ്യത്തോടെ, എന്ന തീരുമാനത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, രണ്ടാമത് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഒരു 3 ആള് ഒരു സന്തോഷത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കാമായിരുന്നു. നല്ല മനസ്സോടുകൂടി പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ ആളാരാ? ഒന്ന് നാസർ എന്ന സഹോദരൻ തന്റെ മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും അതുപോലെ തന്റെ കുടുംബത്തിന്റെ ബറക്കത്തിനും ഐശ്വര്യത്തിനും ബിസിനസിന്റെ അഭിവൃദ്ധിക്കും ഒക്കെ നിയ്യത്ത് ചെയ്ത് പറഞ്ഞു. അൽഹംദുലില്ലാ നമ്മുടെ ഈ ദുആ ഞങ്ങൾ പറഞ്ഞു, ആ മഴത്തുള്ളികൾ പെയ്തിറങ്ങിയ ഈ സ്ഥാപനത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത ഈ പ്രോഗ്രാമിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ, ആ വാക്ക് അല്ലാഹു ഫലിപ്പിക്കട്ടെ. ഈ അന്തരീക്ഷം കുറച്ചു നേരത്തേക്ക് അല്ലാഹു പെട്ടെന്ന് തന്നെ നമുക്ക് ആ തങ്ങളെ വാക്ക് അങ്ങോട്ട് പറഞ്ഞു, മഴ പെയ്യിപ്പിക്കുന്നത് നീയാണ് റബ്ബേ, ഞങ്ങൾക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞു. ആ അല്ലാഹു നമുക്ക് ഈ രീതിയിലാക്കി തന്നു. ഒരു 2 ആള് കൂടി ഒന്ന് പറഞ്ഞൊരു സന്തോഷത്തോടെ, ഒരു പൊരുത്തത്തിന്, ഒരു തൃപ്തിക്ക് ബിസ്മില്ല. രണ്ടാമത്തെ ആളാരാ? നാസർ എന്ന സഹോദരന്റെ കൂടെ പറയാൻ ഒരു 30,000 രൂപ ഈ ഫാറൂഖ് യതീംഖാനയ്ക്ക് വേണ്ടി പറയാൻ സ്ത്രീകൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർ പറയാം. പുരുഷന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ അവർ പറയും. വേഗം വേണം, സമയം നമുക്ക് ചോദിച്ച് കളയാനൊന്നുമില്ല. ഉള്ള സമയത്ത് എന്തെങ്കിലും കുറച്ച്, ഇത്രയും ദൂരത്തിൽ നിന്ന് വന്നവരുണ്ട്, ദൂരങ്ങളിൽ നിന്ന് ഓടിയെത്തിയവരുണ്ട്, മഴയാണെങ്കിൽ പോലും 2 വീലറിലൊക്കെ വന്നവരുണ്ട്. അപ്പൊ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യം പറഞ്ഞ് നമുക്ക് ദ്വാരന്ന് പിരിയാം. മുസ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടും മാന്ദ്യവും ഒക്കെയാണെന്ന് എനിക്കറിയാം. എങ്കിലും അൽഹംദുലില്ലാ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയല്ലേ നടന്നു പോകുള്ളൂ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെയല്ലേ സാധിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു വലിയ ബിൽഡിംഗ് നമുക്ക് ഇവിടെ വേണം. ഇനി ഒരു 3-3.5 ലക്ഷം രൂപ ഒരു റൂമിന് ചെലവ് വരുന്ന രീതിയിൽ ഒരു 3-4 റൂമും, പിന്നെ അതിന്റെ മുകളിൽ ഒരു സീറ്റ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ശരീഅത്ത് കോളേജിന്റെ മുകളിൽ ഒരു സീറ്റ്, അങ്ങനെ ഒരു 10-25 ലക്ഷം രൂപയുടെ വലിയ പദ്ധതികൾ ഈ പ്രിയപ്പെട്ട സംഘാടകരുടെ ഖൽബിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങന്മാരുടെ ബറക്കത്ത് കൊണ്ട്, അവിടെ പഠിക്കുന്ന പ്രിയപ്പെട്ട ആലിമീങ്ങളുടെ, അവിടെ ഖിദ്മത്ത് ചെയ്യുന്ന ഉലമാക്കളുടെ പുണ്യം കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ. ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. ബിസ്മില്ലാ. നമുക്കിപ്പോ സാധാരണ ഞാൻ തങ്ങളോട് ചോദിച്ചു, ഒരു സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് ചോദിച്ചു. ഇൻഷാ അല്ലാഹ് ഒരു 4 സ്ക്വയർ ഫീറ്റ് ആ ബിൽഡിങ്ങിന് വേണ്ടി 6666 രൂപ. ഒരു സാധാരണ ഒരു ചെറിയ കണക്കാണ്, എല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കണക്കാണ്. വേഗം ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിൽ നിന്നും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചെറിയ കടലാസിൽ അവരുടെ പേരുകൾ എഴുതി കൊണ്ടുവരണം. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങണം. ആദ്യം ഞാൻ ദ്വാരന്നതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ ഭാഗത്ത് നമ്മുടെ സംഘാടകർ ഓടിയെത്തും. ഒരു 4 സ്ക്വയർ ഫീറ്റ് കണക്കാക്കി ഒരു 6666 രൂപ നിയത്തിക. ഒന്നാമത് ഖദീജ എന്ന് പറയുന്ന സഹോദരിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, മുത്തുനബി തങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വതക്ക ചെയ്ത ഖദീജ ബീവി എന്ന പ്രിയപ്പെട്ട പെങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആ സഹോദരിയുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. നാസിബ് ഖത്തർ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ
30,000 രൂപ. അൽഹംദുലില്ലാ രണ്ടാമത്തെ ഒരു 30,000 വന്നു. 6,666 നമ്മുടെ വോളണ്ടിയേഴ്സ് സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും പോയിട്ട് ചോദിക്കുക. പറയുന്നവരിൽ നിന്ന് മാത്രം ഇൻഷാ അല്ലാഹ് എഴുതിയെടുക്കുക. നമ്മളെ ഇസ്തിഖാമ ലൈവ് ടിവിയിലൂടെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് സ്വദേശിയായ നാസിബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഖത്തറിലുള്ള സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 30,000 രൂപ പറഞ്ഞിരിക്കുന്നു. ഖുലൂ തക്ബീർ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, രണ്ടാമതൊരു സഹോദരൻ 30,000 പറഞ്ഞു, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആദ്യം പറഞ്ഞത് നാസറാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് നാസിബ് എന്ന സഹോദരനാണ്. ഈ 30,000ത്തിന്റെ സ്വതക്കയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, തന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണമെന്ന് അറിയിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ പൂർണ്ണമായ പൊരുത്തം മനസ്സിൽ കരുതി 30,000 പറഞ്ഞു നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിന്റെ മുറാദ് ഹാസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു പ്രയാസവും നീ കൊടുക്കരുത് റബ്ബേ. മാരക രോഗം കൊടുത്ത് പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, 30,000 രണ്ട് സഹോദരങ്ങൾ പറഞ്ഞു. 6,666 ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഈ സഹോദരങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ ആര് എഴുന്നേറ്റ് നിൽക്കുന്നുവോ ഞാൻ 6,666 കൊടുത്തുകൊള്ളാം. ഫാറൂഖ് യത്തീഖാനയുടെ മക്കളുടെ പൊരുത്തത്തിന് വേണ്ടി, അവരുടെ ദുആ പുണ്യത്തിന് വേണ്ടി, അല്ലാഹുവേ, അവർ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം എനിക്ക് കൂടി കിട്ടാൻ വേണ്ടി. എന്റെ സഹോദരിമാരെ, ജീവിതത്തിൽ ഇതുപോലെ ഒരു അസുലഭ നിമിഷം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? നഷ്ടപ്പെടാനൊന്നുമില്ല. കേവലം ഒരു 6,666 വേഗം എഴുതി കൊടുത്തേക്കുക. ആ സംഘാടകരുടെ കയ്യിൽ റമദാൻ തീരുന്നതിന് മുമ്പ് ഈ സ്ഥാപനത്തിന്റെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള, യതീമീങ്ങളായ പെൺകുട്ടികൾക്ക് നിന്ന് പഠിക്കാനുള്ള സംവിധാനത്തിന് ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ നിർമ്മാണത്തിന് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് വേഗം കൊടുക്കുക. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ വേറൊരു സഹോദരൻ പേര് പറഞ്ഞിട്ടില്ല, മുറാദ് ഹാസിലാകാൻ വേണ്ടി 6,666. പിന്നെ വിദേശത്ത് ഭർത്താവിന് ജോലി ശരിയായി, അതിൽ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് 6,666 രൂപ ഫാറൂഖ് യത്തീഖാനയ്ക്ക് കൊടുക്കാമെന്ന് നിയ്യത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, സാധുക്കളും പാവപ്പെട്ടവരും ഒരുപാട് കടബാധ്യതകളെ കഷ്ടപ്പാടുമുള്ളവര് 6,666 രൂപ വെച്ചതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വീകരിക്കണേ തമ്പുരാനെ. ബനാത്ത് യതീംഖാനയിലെ യതീമാരെ മക്കൾ വന്ന് പഠിക്കുമ്പോ, പെൺകുട്ടികൾ നിന്ന് ഹിഫ്ള് പഠിക്കുമ്പോ, അവര് സലാത്ത് ചൊല്ലുമ്പോ, അവര് ഖുർആൻ ഓതുമ്പോ അതിന്റെ പുണ്യം അല്ലാഹുവേ ഈ പറഞ്ഞവർക്ക് പരിശുദ്ധ റമദാനാകുമ്പോ ഞങ്ങളുടെ കയ്യിലുള്ളതിൽ ഒരു സ്വതക്ക അല്ലാഹുവേ, ഒരു 6,666 രൂപ ഈ മനോഹരമായ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇതിന്റെ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മാരക രോഗം കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഭർത്താവിനും അവരുടെ മക്കൾക്കും നീ അപകട മരണങ്ങളൊന്നും കൊടുക്കരുത് അല്ലാ. ആര് പറയുന്നുവോ അവർക്ക് അല്ലാഹുവേ ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുവരും. 6,666 നമ്മുടെ പ്രിയപ്പെട്ട ഈ യതീംഖാനയ്ക്ക് വേണ്ടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് 30,000 വെച്ച് രണ്ടാൾ പറഞ്ഞു. 6,666 4 ലിസ്റ്റുകളിലൂടെ വായിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ടോ? ഇല്ല, നിങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഭാഗങ്ങൾ ചെല്ലുക. നിങ്ങളെ പറഞ്ഞു വിടുന്നതിനോട് എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് സഹോദരിമാർക്ക് ഒരു 6,666 റമദാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ കൊടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വോളണ്ടിയേഴ്സ് അവിടെ നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പേരെഴുതാൻ അവർ വരും. സ്ത്രീകളാണെങ്കിൽ ഒരു കടലാസും പേനൊക്കെ ആയിട്ട് നിങ്ങൾക്കിടയിലേക്ക് വന്ന് എഴുതിയെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. എന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ള എഴുന്നേറ്റ് നിന്നാൽ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ പേര് ഇൻഷാ അല്ലാഹ് എഴുതിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അറിയിക്കും. അർഹമർ റഹീമായ പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ സ്വതക്കകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 100, 200, 500, 1000 ഒക്കെ ബക്കറ്റിലിട്ട് കൊടുത്തവര്, ചെറുതും വലുതുമായ എല്ലാവരും സ്വതക്ക ചെയ്തവരെല്ലാവരുടെയും സ്വതക്കകൾ അല്ലാഹു സ്വീകരിച്ച് അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ,
ബഹുമാനപ്പെട്ട വഹബ് റളിയല്ലാഹു അൻഹു പറയാണ്, എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉള്ളുറു ഇലാ മൻ ഹുവ അസ്വല മിൻകും, നിങ്ങളെക്കാ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞ ആ ഹദീസ് മുൻനിർത്തിയിട്ട് നമുക്കൊരു മനോഹരമായ കുഞ്ഞു സംഭവം ഒന്ന് ഓർമ്മിച്ചു പോവാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ബഹുമാനപ്പെട്ട ഇമാം വഹബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങളുമായി ഒരുപാട് യാത്ര പോയിട്ടുള്ള മഹാനാണ്. യാത്രകളിലൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും. മഹാന്മാരോടൊത്തു പോയാൽ, വലിയ വലിയ മഹത്തുക്കളോടൊപ്പം യാത്ര ചെയ്താൽ ചിലപ്പോ പഠിക്കാൻ ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടാവും, അറിയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും ഉസ്താദുമാരോടൊത്ത് ഔലിയാക്കളോടൊത്ത് യാത്ര ചെയ്യാനും സഹകരിക്കാനും ഉള്ള തൗഫീഖ് അല്ലാഹു തരുമാറാകട്ടെ. ഇമാം വഹബ് റളിയല്ലാഹു അൻഹു കമ്പോളത്തിലേക്ക് പോവാൻ. അപ്പോ ശിഷ്യഗണങ്ങൾ കൂടെയുണ്ട്. എന്തായാലും കുറെ ഗുണപാഠങ്ങൾ കിട്ടും അദ്ദേഹത്തിനോടൊപ്പം പോയാൽ. അങ്ങനെ കമ്പോളത്തിന്റെ ഒരു ഭാഗത്ത് ശരീരം നിറച്ച് വ്രണങ്ങളുള്ള ഒരു മനുഷ്യൻ, ഈച്ച വന്നിരിക്കുന്നു, പ്രാണികൾ വന്നിരിക്കുന്നു. ഇമാം വഹബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെ പറയുന്നത്? ആ രോഗിയെ കണ്ടിട്ട് എങ്ങനെയാണ് നിനക്ക് അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പറയാൻ തോന്നിയത്? ഇമാം വഹബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നു, എന്റെ മുഖം നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു എനിക്ക് തന്ന മുഖത്തിന്റെ ഭംഗി കണ്ടില്ലേ? അല്ലാഹു എനിക്ക് തന്ന ശരീരത്തിന്റെ ആരോഗ്യം കണ്ടില്ലേ? എനിക്ക് അല്ലാഹു തന്ന സൗന്ദര്യം കണ്ടില്ലേ? ഈ ശരീരം വെച്ച് ഞാൻ അൽഹംദുലില്ലാഹ് എങ്ങനെയാണ് പറയാതിരിക്കുക? ആ മനുഷ്യന്റെ ശരീരം നിറച്ച് വ്രണങ്ങളാണ്, ആ മനുഷ്യന്റെ ശരീരം നിറച്ച് ഈച്ചയും പ്രാണികളുമാണ്. അത് വെച്ച് നോക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹു എനിക്ക് തന്നത്ര അത്ഭുതമാണ്, അനുഗ്രഹമാണ്, മഹാത്ഭുതമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പടച്ചവൻ അൽഹംദുലില്ലാഹ് പറയൽ എന്റെ ബാധ്യതയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം വഹബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അല്ലാഹു നമുക്ക് തന്ന ആഫിയത്തും ആരോഗ്യവും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ലോകത്ത് ഏറ്റവും അധികം പട്ടിണി കിടന്നത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കഷ്ടപ്പെട്ടത് റസൂലാണ്, ത്യാഗം ചെയ്തത് റസൂലാണ്. പക്ഷേ വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്ത രാത്രിയിൽ പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പാതിരാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിന് നീര് വരുന്നത് വരെ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എന്റെ മുത്തു തങ്ങളോട് ചോദിച്ചതാണ്, എന്തിനാണ് നബിയേ, അങ്ങ് അല്ലാഹു ചെയ്ത അത്ഭുതത്തിന്റെ ഉടമയല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ പാതിരാത്രി കാലിനീര് വരുന്നത് വരെ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ ആയിഷ ഞാൻ, ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ ഞാൻ. അല്ലാഹുവിന്റെ കോടതി ചെല്ലുമ്പോ നന്ദി കെട്ടവരുടെ കൂട്ടത്തിലാകാതെ നന്ദിയുള്ളവരുടെ കൂടെയാവണ്ടയോ ആയിഷ? നിബിതങ്ങൾ പറയുന്നു, നിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ നന്ദിയുള്ളവരാരെന്നറിയുമോ? ഇന്ന റിളാനിൽ അബ്ദി അയകുൽ അകലത വയഹ്മുദുഹു അലൈഹാ, ഒരു നുള്ള ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ്, ഒരിറക്ക് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ്, വീണ്ടും ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്, ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നബിയെ പറഞ്ഞു കൊടുക്കുക. നബി തങ്ങളുടെ സഹാബികളിൽപ്പെട്ട ഏറ്റവും നന്ദിയുള്ള ഒരു മനുഷ്യനെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. ആ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. അല്ലാഹു മഹാഭാഗ്യം തരട്ടെ. ആ പേര് പറയാത്തൊരു സഹോദരൻ 6666 ഉസ്താദിന്റെ കയ്യിൽ ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുന്നു. മമ്പാടൻ അലി കൊടശ്ശേരി 6666 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടുപേര് വീണ്ടും പറഞ്ഞു, പടച്ചവനെ 6666 രൂപ വീതം പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഒറ്റ ചെറിയ ചരിത്രം കൂടി പറഞ്ഞു നമുക്ക് അൽ ഫാറൂഖ് എത്തിങ്ങാന പൂർവ്വ വിദ്യാർത്ഥിയുടെ ആ ഒരു വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർ അൽഹംദുലില്ലാഹ് ആ ഒരു 16,101 രൂപ അൽഹംദുലില്ലാഹ് ഈ പിന്നെ എത്തിങ്ങാനക്ക് വേണ്ടി ഇവിടെ പഠിച്ചവരാണ് അവർ.
അപ്പോ അവരുടെ കുടുംബ വീടാണ്. അതിന്റെ പട്ടിണി മാറ്റാനും അതിന്റെ കഷ്ടപ്പാട് മാറ്റാനും വേണ്ടിയിട്ട് അവർ നല്ല മനസ്സോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അവർക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ അർഹമായ പ്രതിഫലം തന്നവരെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു വിജയിപ്പിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരിമാരെ, നബി തങ്ങളുടെ സഹാബികൾക്കിടയിൽ ഏറ്റവും നന്ദിയുള്ള ഒരു അടിമയായി ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ബഹുമാനപ്പെട്ട അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഏറ്റവും നന്ദിയുള്ളതാണ് അബൂ തുൽഹ ചെയ്തത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്തേ കാരണം? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത് വരെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ അല്ലാഹുവിന് സ്വതക്ക ചെയ്യുന്നത് വരെ നിങ്ങൾ ഗുണമെത്തിച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് ഓടി വരികയാണ്. മസ്ജിദുൻ നബവിയുടെ തൊട്ടുമുമ്പിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ടായിരുന്നു. ബൈറുഹാ എന്ന് അറിയപ്പെട്ട മനോഹരമായ തോട്ടമുണ്ടായിരുന്നു. ആ മനോഹരമായ തോട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയസ്റബു മിമ്മായിൻ ഫീഹാ, ആ തോട്ടത്തിന്റെ ഇടയിലൂടെ ഒഴുകുന്ന കുഞ്ഞരുവിയിൽ നിന്ന് നബി തങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. അവിടെ വന്ന് വിശ്രമിക്കുമായിരുന്നു. അവിടുത്തെ മുതലാളിമാർ മുഴുവനും വന്ന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് ആ തോട്ടം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്ത് കഷ്ടപ്പാട് വന്നാലും ഈ തോട്ടം ഞാൻ ആർക്കും തരൂല. ഇതെന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു കൊണ്ടു നടന്നു. അവസാനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോഴാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുന്നത് എന്ന വാർത്ത ഇറങ്ങിയപ്പോ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഫഇന്നഹാ, ആ ബൈറുഹാ എന്ന തോട്ടമുണ്ടല്ലോ, സ്വതഖത്തുൽ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്തിരിക്കുന്നു നബിയേ. നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അബൂ തുൽഹ, നിന്റെ ജീവിതത്തിൽ അതിനോളം ഇഷ്ടമുള്ള വേറൊന്നുമില്ലല്ലോ. അത് അല്ലാഹുവിന് വേണ്ടി കൊടുത്തിട്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അർജൂ ബിർറഹാ വദുഹറഹാ ഇന്നല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തുനിന്ന് വലിയ കൂലിയാണ് നബിയെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് തട്ടിയിട്ട് മുത്ത റസൂൽ പറഞ്ഞു, അബൂ തുൽഹ, നീ നന്ദിയുള്ളവനാണ്. അല്ലാഹു കൊടുത്ത സ്വത്തിനെ കുറിച്ച് ബോധമുള്ളവനാണ്. ഈ ലോകത്ത് അത് ശേഷിച്ചിരിക്കുമ്പോ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നാൽ അത് അല്ലാഹുവിന് കൊടുത്തിട്ടാണ് ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ തോട്ടം അല്ലാഹു എനിക്ക് തരുമല്ലോ. അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒത്തിരി ദുആ ചെയ്തു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചവന് കൊടുത്താൽ അവിടെ ചെല്ലുമ്പോ അല്ലാഹു നമുക്ക് തിരിച്ചു തരുമല്ലോ. എല്ലാ ദിവസവും ഒറ്റ കാര്യം പറഞ്ഞു ദുആരക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നിങ്ങളുടെ മരണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. മക്കൾ ഉറങ്ങി, ഭാര്യ ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു, വിരിപ്പിലും മെത്തയിലും കട്ടിലും നിങ്ങൾ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവേ, ഞാൻ മരിച്ചു പോകുന്ന രംഗം, മരിച്ച് വീടിന്റെ ഉമ്മറത്ത് കിടക്കുന്നു, മക്കള് കരയുന്നു, പള്ളിയിൽ നിന്ന് ആള് വരുന്ന ഡ്രസ്സ് മാറ്റുന്നു, കുളിപ്പിക്കുന്നു, പൊതിയുന്നു, എന്റെ മനോഹരമായ ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടിറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, സന്തൂക്കിൽ എന്റെ മയ്യത്തെടുത്തു വെച്ചുകൊണ്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുന്നു. അല്ലാഹുവേ, ഇന്ന് വരെ കിടന്ന ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്കപ്പുറത്ത് 6 അടി മണ്ണിന്റെ അകത്തളത്തിന്റെ മയ്യത്തിറക്കി വെക്കുന്നു. പലകൾ ഓരോന്ന് നിരത്തി വെച്ച് അവസാനത്തെ പലക വെക്കുന്നതോടുകൂടി ഖബറിന്റെ അകത്ത് മുഴുവനും ഇരുട്ട് പരന്നുക്കുന്നു. അല്ലാഹുവേ, എന്നിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുമ്മ വഖിനാ മിൻ അദാബിൽ ഖബ്രി വ അദാബിൻ നാർ, പടച്ചവനെ, ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുക. പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സ്വർണമാണ്,
ഫാറൂഖ് യത്തീംഖാനയ്ക്ക് വേണ്ടി നിങ്ങളോട് വീണ്ടും ഞാൻ കൈനീട്ടുകയാണ് പെങ്ങളെ. അള്ളാഹു തന്ന ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മുത്തോ പൊട്ടോ കമ്മലോ സ്വർണമോതിരമോ എന്തെങ്കിലും ബനാത്ത് യത്തീംഖാനയിൽ ബനാത്തിലെ പെമ്മക്കൾ പഠിക്കുമ്പോൾ എന്നെ അള്ളാഹു യത്തീമാക്കിയില്ലല്ലോ, എന്റെ കുടുംബത്തിന് അള്ളാഹു യത്തീമീങ്ങളെ തന്നില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് സ്വർണമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ സ്വതക്ക ചെയ്തപ്പോ നീ നന്ദിയുള്ളവനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണത്തിന്റെ സ്വതക്ക ഞാൻ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചിട്ട് അല്ലാഹുവിൽ പൊരുത്തമുള്ള തൗഫീഖുള്ള അല്ലാഹു തീരുമാനിച്ച ഭാഗ്യശാലികളുണ്ടെങ്കിൽ വേഗം കൊടുത്തേക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ ഈ സ്വതക്ക കൊടുത്തേക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരിൽ അല്ലാഹുവേ എന്റെ മക്കളെ യതീമാക്കല്ലേ, അവരെ വാപ്പയില്ലാത്തവരാക്കല്ലേ, അവരെ ഉമ്മയില്ലാത്തവരാക്കല്ലേ എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് അവരെ ആരോരുമില്ലാത്തവരായി അല്ലാഹുവെ സഹായിക്കാൻ ആളില്ലാത്തവരായി യതീംഖാനയുടെ അകത്തു ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളാക്കല്ലേ. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോനെ എന്ന് കരുതിയിട്ട് സ്വർണം സ്വതക്ക തരുന്ന സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. KP മാനും 6666 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്ക തമ്പുരാനെ. അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരൻ 6666 രൂപ നിയത്ത് ചെയ്തു തമ്പുരാനെ. അവരുടെ മനസ്സിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഒരു മനോഹരമായ ഒരു ജോഡി സ്വർണ്ണ കമ്മല് അല്ലാഹുവേ ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു ജോഡി സ്വർണ്ണ കമ്മല് തന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു ജോഡി സ്വർണ്ണ കമ്മല് ഈ സദസ്സിലേക്ക് തന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണ്ണ ആഭരണമാണിത്. അത് അല്ലാഹുവേ നിനക്ക് വേണ്ടി അവർ സ്വതക്ക നൽകിയിരിക്കുകയാണ്. അവരെ മക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് അവരെ കുടുംബത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് അവരെ തന്നിരിക്കുന്നതിന് $250 കിലോ കമ്പി അൽഹംദുലില്ലാഹ് നമ്മുടെ ഹമീദ് തങ്ങൾ ഞങ്ങളുടെ മോനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ 250 കിലോ കമ്പി ബനാത്ത് യതീംഖാനയ്ക്ക് വേണ്ടി ബനാത്ത് സ്ഥാപനത്തിന് വേണ്ടി ബിൽഡിംഗ് കിട്ടുമ്പോ അതിനുവേണ്ടി കൊടുക്കാമെന്ന് സയ്യിദ് ഹമീദ് തങ്ങൾ പറഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ തമ്പുരാനെ. നല്ല മനസ്സോടെ അതിനോടൊപ്പം ആരൊക്കെ പങ്കുചേരുന്നുവോ അണിചേരുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും അവരെ പ്രയാസങ്ങളും അവരെ നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കുക അല്ലാ. പടച്ചവനെ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ മനോഹരമായ സ്വർണ്ണക്കമ്മല് സരസിൽ തന്ന പ്രിയപ്പെട്ട പെങ്ങളുടെ മനസ്സിന്റെ മുറാദ് ഹാസിലാക്കണേ റഹ്മാനെ. എന്ത് ആഗ്രഹമാണോ അവർക്കുള്ളത് അത് നീ നടത്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ സ്ത്രീയുടെ ഭാഗത്ത് എഴുതിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുവന്നോളി. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. നമുക്ക് ഒരുപാട് ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കമ്പിയും മണലും സിമന്റും ഒക്കെ ധാരാളം ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സാഹചര്യത്തിൽ നിങ്ങളോട് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും താല്പര്യമുള്ള സഹോദരങ്ങൾ സഹോദരിമാരുണ്ടെങ്കിൽ ചെറുതും വലുതുമായിട്ടൊക്കെ നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം. എല്ലാ ഭാഗത്തും ഒക്കെ ഇപ്പം മഴ എത്തി തുടങ്ങി. ഇന്നലെയൊക്കെ മുതൽ നല്ല മഴ അൽഹംദുലില്ലാഹ് നമ്മുടെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ
മഴ വന്നെങ്കിലും ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്രോഗ്രാമിനോടുള്ള ചെറിയൊരു കനിവ് കൊണ്ട് അൽഹംദുലില്ലാ നമുക്കൊരു ആശ്വാസം ലഭിച്ചതാണ്. എല്ലാ ഭാഗത്തും നല്ല മഴയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ട്, വലിയ മഴയാണ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് ഈ അന്തരീക്ഷം നമുക്ക് ഈ സ്ഥാപനത്തിനോടുള്ള ബറക്കത്ത് കൊണ്ട് അള്ളാഹു അനുകൂലമാക്കി തന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇപ്പൊ ഇൻഷാ അല്ലാഹ് അന്തരീക്ഷം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിലും നാളെയും നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രിയപ്പെട്ട സംഘാടകർ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അബ്ദുള്ള എന്ന സഹോദരൻ 100 കിലോ കമ്പി കുലൂ തക്ബീർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ 250 കിലോ കമ്പി ഹമീദ് തങ്ങൾ പറഞ്ഞപ്പോ 100 കിലോ കമ്പി അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, പടച്ചവനെ ഈ ഖിദ്മത്തിന്റെ വാതായനത്തിന് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നല്ല മനസ്സോടെ രംഗത്ത് വന്ന പ്രിയപ്പെട്ടവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല പ്രതിഫലം കൊടുത്തവരെ സഹായിക്കണേ അല്ലാ. ഇതുപോലെ ഒരുമിച്ച് നിന്നതിന്റെ പേരിലാണ് ഒരുപാട് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും നമുക്കുണ്ടായത്. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിച്ചവർക്ക് നന്മ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ സ്വതക്ക ചെയ്തവർക്ക് എല്ലാ നേട്ടവും എല്ലാ ബറക്കത്തും എല്ലാ ഖൈറും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇസ്തിഖാമ ലൈവ് ടിവിയിലൂടെ നേരത്തെ 30,000 പറഞ്ഞ റാഷിദ് മണ്ണാർക്കാടിന് വേണ്ടി ദുആരക്കണം. ഖത്തറിൽ നിന്ന് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 1 പവൻ സ്വർണം കൂടി അദ്ദേഹം നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കുലൂ തക്ബീർ നേരത്തെ 30,000 പറഞ്ഞ റാഷിദ് മണ്ണാർക്കാടിന് വേണ്ടി ഖത്തറിൽ നിന്ന് ഉമ്മാക്ക് ദുആരക്കാൻ വേണ്ടി 1 പവൻ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി വേറെ സഹോദരൻ 6266, മുനീർ വെള്ളുവങ്ങാട് 6266. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ യതീംഖാനയ്ക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് 1 പവൻ പറഞ്ഞ റാഷിദ് മണ്ണാർക്കാടെന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ആ സഹോദരന് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരന് ഉമ്മാടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഉമ്മാടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. പടച്ചവനെ 1 പവൻ ഇതിനു വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോ 1000 പവന്റെ സമ്പത്തിന്റെ ലാഭം ആ സഹോദരന്റെ ജീവിതത്തിൽ കൊടുത്ത് അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ ആ സഹോദരന് തുറന്നു കൊടുക്കണേ അല്ലാ. തുറന്നു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഒരു സഹോദരി ഒരു സ്വർണ്ണ ചിറ്റ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഒരു സ്വർണ്ണ ചിറ്റ് തന്നൊരു പ്രിയപ്പെട്ട സഹോദരി, ആ സഹോദരിക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് മരിക്കുന്നതിന് ഈ സ്വതക്ക നീ ഒരു നിമിത്തമാക്കണേ അല്ലാ. മുഹമ്മദ് എന്ന സഹോദരൻ 100 കിലോ കമ്പി കുലൂ തക്ബീർ. അല്ലാഹുവേ പടച്ചവനെ ഈ സാഹചര്യത്തില് ഈ സ്ഥാപനത്തെ കൈവടിയാതെ ഈ സ്ഥാപനത്തെ കൈയൊഴിയാതെ 100 കിലോ കമ്പി സ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞ മുഹമ്മദ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരനെ സഹായിക്കണേ അല്ലാ. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. വേറൊരു സഹോദരി 6666 രൂപ. പേര് പറയാത്ത മറ്റൊരു സഹോദരൻ 6666 രൂപ. അല്ലാഹുവേ പടച്ചവനെ 6666 രൂപ വീതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിമാരെ സഹോദരങ്ങളെ സഹായിക്കണേ അല്ലാ. പേര് പറയാതെ 6666 രൂപ ബിൽഡിങ്ങിന് വേണ്ടി നിയ്യത്ത് ചെയ്ത ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ആ പെങ്ങളുടെ മനസ്സിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. തങ്ങന്മാരുടെയും ഉസ്താദുമാരുടെ അനുവാദത്തോടെ ചെറിയൊരു ദുആരക്കാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സിന്റെ പ്രാർത്ഥന അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ
അർഹമറഹീമായ പടച്ചവനെ, കരുണക്കടലായ തമ്പുരാനെ, അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് 10,000 1,00,000 1,50,000 ഒക്കെ വെച്ച് നേരത്തെ പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല, അവർക്ക് വേണ്ടി കാര്യമായി ദുആരക്കുന്നതാണ്. ഉസ്താദ് അവറുകൾ ആ ലിസ്റ്റിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തവരുണ്ട്. അത് കഴിഞ്ഞ് 25,000 10,000 20,000 50,000 5,000 10,000 ഒക്കെ വാഗ്ദാനം ചെയ്തവരുണ്ട്. അല്ലാഹു അരയ്ക്ക് താഴ്പോട്ട് പിന്നെ ഒരു പ്രശ്നമുള്ള ഒരു കുഞ്ഞിന്റെ പിതാവ് ഒരു ചാക്ക് സിമന്റ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി കോമൂട്ടി ഹാജി 1,00,000 രൂപ, അതുപോലെ ബാപ്പു ഹാജി ഒരു ലോഡ്, അസീസ് മാസ്റ്റർ 1,00,000 രൂപ, അങ്ങനെ തുടങ്ങി 10,000 രൂപ 15,000 രൂപ 1,00,000 രൂപ, അങ്ങനെ തുടങ്ങി ഒത്തിരി ആളുകളുടെ ലിസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ സ്ഥിരം ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരോടൊപ്പം നിങ്ങൾ കൊടുത്ത ഈ ചെറിയ സ്വതക്കകളും ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന സ്വതക്ക എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഫാറൂഖ് യത്തീംഖാന എന്ന പേരിട്ടുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടക്കം കുറിച്ച ഈ സ്ഥാപനത്തിന് ഒരു തളർച്ചയും നീ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സ്ഥാപനത്തിന്റെ മഹത്തുക്കളുടെ ബറക്കത്താണ്, കറാമത്താണ് ഈ കാലാവസ്ഥയിലും ഞങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെ നടന്നുപോയത്. ഒരു സ്ഥലത്തും നടക്കില്ലായിരുന്നു റബ്ബേ. ഈ ബറക്കത്ത് എന്നും ഈ സ്ഥാപനത്തിന് നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 30,000 രൂപ വെച്ച് പറഞ്ഞ സഹോദരങ്ങൾ, 6,666 രൂപ വെച്ച് പറഞ്ഞവർ, സ്വർണം തന്നവർ, അല്ലാഹുവേ കമ്പി വാഗ്ദാനം ചെയ്തവർ, സിമന്റ് പറഞ്ഞവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പടച്ചവനെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഇസ്തിഖാമ ലൈവ് ടിവിയിലൂടെ നമ്മുടെ പ്രോഗ്രാം കേട്ട ഒത്തിരി ആളുകൾ സ്വതക്ക നൽകിയിട്ടുണ്ട്. ഖാജ ബഹ്റൈനിൽ നിന്നുകൊണ്ട് മകനും മകളും ഹാഫിളാകാൻ വേണ്ടി 6,666 രൂപ പറഞ്ഞു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ OT മൂസ ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന മുഹമ്മദ് ഫരീദ് എടയൂര് ഉസ്താദിനും മാതാപിതാക്കൾക്കും ആരോഗ്യത്തോടെ ദീർഘായുസിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇസ്തിഖാമ ലൈവ് ടിവിയിലൂടെ 6,666 രൂപ പറഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ അങ്ങനെ വിദേശത്തും സ്വദേശത്തും പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രോഗ്രാം കണ്ടവര് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വതക്ക പറഞ്ഞു. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എത്രയോ ദൂര സ്ഥലത്തിരുന്ന പ്രഭാഷണത്തിന് വന്നവരുണ്ട്. എല്ലാ സദസ്സിലും ഓടിയെത്തുന്ന ചെറുപ്പക്കാരുണ്ട്, കുടുംബനാഥന്മാരുണ്ട്, മക്കളെയും കൊണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ കാലാവസ്ഥയെ പോലും മാറ്റിവെച്ചുകൊണ്ട് വന്നവരുണ്ട്. അല്ലാഹുവേ ഒരു രോഗവും നീ അവർക്കും ഞങ്ങൾക്കും തരല്ലേ അല്ലാഹ്. യതീമീങ്ങൾ ആമീൻ പറയുന്നുണ്ട്, ഹാഫിളീങ്ങൾ ആമീൻ പറയുന്നുണ്ട്, ഉസ്താദുമാർ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിച്ചുകൊണ്ട് നല്ല ജീവിതം ഞങ്ങൾക്ക് സമ്മാനിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ ഈ വന്ന മജ്ലിസിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർ മരിച്ചു പോയവരാണെങ്കിൽ അവിടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ഖബർ സ്വർഗ്ഗത്തിന്റെ കൊട്ടാരമാക്കി മാറ്റണേ തമ്പുരാനെ. ആര് വീട്ടിൽ ചെന്നാലും ഒരു ചായ പോലും കുടിക്കാതെ പറഞ്ഞു വിടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവേ ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ അകത്ത് സ്വർഗ്ഗത്തിന്റെ സദ്യ നീ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗ്ഗത്തിന്റെ വിരുന്നൊരുക്കി കൊടുക്കണേ റഹ്മാനെ. എന്തൊരു വിനയമായിരുന്നു, എന്തൊരു താഴ്മയായിരുന്നു. ദുആ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു കുഞ്ഞുകുട്ടിയുടെ സങ്കടം മുതൽ പ്രായാധിക്യത്തിന്റെ പടിങ്കുടി വീണ വൃദ്ധജനങ്ങളുടെ നൊമ്പരം വരെ എണ്ണി എണ്ണി പറഞ്ഞു മണിക്കൂറുകളോളം പൊട്ടിക്കരഞ്ഞിരുന്ന ബഹുമാനപ്പെട്ടവരുടെ ഖബറിന് വേണ്ടി ഞങ്ങൾ ദുആരക്കുന്നു. അല്ലാഹുവേ പടച്ചവനെ എല്ലാ ഖൈറും ബറക്കത്തും നീ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ എല്ലാവർക്കും നീ ആഫിയത്തും ആയുസ്സും നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. കരുണക്കടലാതെ പടച്ചവനെ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു മാഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ മാരക രോഗങ്ങളൊന്നും തരല്ലേ അല്ലാഹ്. യാ ഷാഫിയ
കാഫിയ മുആഫി എന്ന ദിക്റിന്റെ പോരിച്ചുകൊണ്ട് ഉണ്ണിക്കോയ തങ്ങൾക്ക് അല്ലാഹുവേ ആഫിയത്ത് നസീബാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് നേരം ഇരിക്കാനും നിൽക്കാനും ഒന്നും കഴിയില്ല, ഒരുപാട് വിഷമമുണ്ട്. ആ വിഷമങ്ങളെല്ലാം ആ പാണ്ഡിത്യത്തിന്റെ ഇൽമിന്റെ മറവിൽ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മറ്റ് സയ്യിദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആലിമീങ്ങൾ ഈ സ്റ്റേജിലുണ്ട്. അല്ലാഹുവേ ഓട്ടി മൂസ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മരണം വരെ കറകളഞ്ഞ സമസ്തയുടെ വഴിയിലൂടെ ഹിദ്മത്തായി പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സദസ്സിൽ വന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു വർത്തമാനങ്ങളും കേൾക്കാനിടവരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ മുഖ്ലിസീങ്ങളാലെ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് നാണക്കേട് വരുന്ന ഒരു വാർത്തകളും ഞങ്ങളുടെ കാതിൽ കേൾക്കാൻ നീ ഇടവരുത്തല്ല അല്ലാഹ്. പാണക്കാട് തങ്ങന്മാരെ ചെളിവാരി എറിയുന്ന വാർത്ത കേൾക്കാൻ ഇടവരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഇത് വാദി സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലത്തരം രോഗികൾ ഉണ്ടെങ്കിൽ ആ രോഗം മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഒരു കൈ നീട്ടി ആമീൻ പറയാൻ ാണ് ഈ ജനസാഗരം ഇവിടെ എത്തിയത്. അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ ദുആ കൊണ്ട് അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാണ്ടിക്കാട് ജംഗ്ഷനിലെ ഒരു വാഹനം ഇടിച്ചു കയറി കടയിലേക്ക് കയറി ചെന്നത് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വളാഞ്ചേരിയിൽ നടന്നതുപോലെ ഒരുപാട് ദുരിതങ്ങൾ ഇനിയും നടക്കാനുണ്ടല്ലോ തമ്പുരാനെ. ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ശാരീരിക മാനസിക പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോടൊപ്പമുള്ള എല്ലാ ഉസ്താദുമാരുടെയും രോഗങ്ങൾ മാറ്റി ആഫിയത്തും ആരോഗ്യവും അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ.